എന്താ കഥ, ആ ചിരിയിൽ എന്തൊരു സന്തോഷമാണ്. അതായത് നമ്മൾ ഒരു ഉപമ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്രിസിഷനിൽ സ്മൂത്തായിട്ട് റൺവേയിൽ ഓൺ ടാർഗറ്റ് ലാൻഡ് ചെയ്ത ക്യാപ്റ്റൻ തരുൺ മൂർത്തി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ചേച്ചി പടം ഇത്തിരി മൂവ് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം, എല്ലാ സമയവും എനിക്ക് എല്ലാ സാധനങ്ങളും അയച്ചു തരാറുണ്ട്. അപ്പോൾ അതിനൊരു ഇംഗ്ലീഷ് കൂടി വാക്ക് പറയട്ടെ, വർത്ത് ദ വെയിറ്റ്. ഇപ്പം എന്താണ് മനസ്സിൽ, ഇപ്പം എങ്ങനെയാണ് ഒരു കഥ? അല്ല, ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡാണ് ഈ പറയുന്ന പോലെ. നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊന്ന് ഇപ്പം പുറത്തിറങ്ങി നിൽക്കുമ്പോൾ പോലും ആളുകൾ വന്ന് കാണിക്കുന്ന സ്നേഹമുണ്ട്. നമ്മൾ ലാലേട്ടൻ്റെ കൂടെ ഇങ്ങനെ സിനിമ ഇനിയും ചെയ്യണം ആ ഒരു സ്നേഹം, അതാണ് മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, തരും ഞാൻ സന്തോഷത്തിന്റെ എയറിലാണെന്ന് പറഞ്ഞു. അതാ ഞാൻ ഈ പ്ലെയിൻ ലാൻഡ് ചെയ്ത് ഈ ലീമെറിഡിയൻ കൊച്ചിയിൽ ഇതുകൊണ്ട് സംസാരിക്കുമ്പോൾ 3 സിനിമകൾ, 3 തരം വിജയങ്ങൾ, 3 സ്വഭാവങ്ങളുള്ള സിനിമ. ഇപ്പം ഈ വിജയവും ഈ സിനിമയിലെ വിജയം ഇതെങ്ങനെയൊക്കെ നോക്കിക്കാണും താങ്കളുടെ പഴയ സിനിമ നോക്കുമ്പോൾ? അല്ല, ഓപ്പറേഷൻ ജാവ ഫസ്റ്റ് പടമാണ്. എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ആരെയും പരിചയമില്ല. നമ്മളൊരു രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിൽ ഇറങ്ങിയ സിനിമയാണ്. എന്ന് വെച്ചാൽ സ്റ്റാമ്പ് ചെയ്യണം, നമ്മളിങ്ങനെ ഫിലിം മേക്കർ ഉണ്ട്, നമ്മൾ അങ്ങനെ ഫ്രം ദ ഗ്രൗണ്ട് എല്ലാവരെയും, എനിക്ക് ഒരാളെയും പരിചയമില്ല സിനിമ വർക്ക് ചെയ്തതിനു മുമ്പ്. ഫായിനെ കണ്ടെത്തുന്നത്, നിഷാദിനെ കണ്ടെത്തുന്നത്, ഇവൻ പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നത്, എല്ലാവരും ന്യൂ കമേഴ്സ്. ആക്ടേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ലുക്മാൻ എനിക്ക് പരിചയമില്ല, ബിനുവിനെ പരിചയമില്ല, ഒരാളെയും പരിചയമില്ല. അങ്ങനെ എല്ലാവരും ഒരു എന്തോ എന്നിലൊരു ഫയർ ഉണ്ട് എന്ന് വിശ്വസിച്ച് എല്ലാവരും എന്നെ കൂടി വിശ്വസിച്ച് ഞങ്ങൾ തുടങ്ങിയ ഒരു യാത്രയാണ്. അപ്പോൾ ആ പടം വർക്കൗട്ട്. അതാണ് നമുക്ക് എന്താണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, സിനിമകൾ വിജയിക്കുമ്പോൾ ആളുകൾ കൂടുന്നത്, ഫേസ്ബുക്ക് എഴുത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് ഡേ മുതൽ കിട്ടുന്നൊരു സ്നേഹം, എന്താ പറയുക, ആളുകളുടെ റിവ്യൂ എഴുത്തുകൾ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഉള്ള സ്നേഹം, അല്ലെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മൾ അഡ്മയർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, ഫ്രം മലയാളമാണെങ്കിലും സൗത്ത് ഇന്ത്യ ആണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും, ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ വിളിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ നമ്മൾ എന്തൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ആ സിനിമ അങ്ങനത്തെ ഒരു സന്തോഷമാണ്. കാരണം ഒരു ആഫ്റ്റർ കോവിഡ് ഇറങ്ങുന്ന സിനിമയാണ്, തിയേറ്ററിലേക്ക് ഒരു വലിയ ജനം വന്ന് കയറിയൊരു സിനിമയാണ്. ഒരു അറൗണ്ട് ഏറ്റവും കൂടുതൽ ആഫ്റ്റർ കോവിഡിന് ശേഷം ഇപ്പോഴാണല്ലോ OTT 40 days 25 days എന്ന് പറഞ്ഞത്, അന്നൊരു 80 days തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും, സിനിമ എന്താണ്, സിനിമയ്ക്ക് ഇങ്ങനെയേറെ മത്ത് പിടിപ്പിക്കുന്ന സന്തോഷമുണ്ടെന്ന് ആദ്യം പറഞ്ഞ സിനിമ ജാവയാണ്. അപ്പൊ അത് ശേഷം ഒരുപാട് ആർട്ടിസ്റ്റുകൾ വിളിക്കുന്നു നമ്മൾ. അപ്പൊ അതിന് ഞാൻ പേടിച്ചുപോയി. ഈ പറയുന്ന പോലെ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ പോലെ സിനിമ ചെയ്തിട്ട് സഡൻലി ടു മെനി ആർട്ടിസ്റ്റ് വർ കോളിങ്, നമുക്ക് സിനിമ ചെയ്യണ്ടേ, നമുക്കൊരു ആർട്ടിസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റുകളൊന്നും കൂമ്പാരമായിട്ട് സൂക്ഷിക്കുന്ന ആളുമല്ല. അപ്പം ഞാനൊന്ന് വറീഡായി. ഞാനൊരു 1 month ആരോടും മിണ്ടാണ്ടൊക്കെ ഇങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് ആ ഗ്യാപ്പിൽ തീരുമാനിച്ചാണ് സൗദി വെള്ളയ്ക്ക. അപ്പം സൗദി വെള്ളയ്ക്ക ഈ പറയുന്ന പോലെ തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. ഈ പറഞ്ഞ 10-45 ദിവസം ഓടിയ സിനിമയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ബഡ്ജറ്റ് വൈസ് ഒക്കെ വളരെ ചെറിയ ബഡ്ജറ്റ്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയ സിനിമയാണ്. പക്ഷേ നോർമലി എനിക്ക് തോന്നുന്നു ഞാൻ ഓപ്പറേഷൻ ജാവ ചെയ്തുകൊണ്ടാണ് സൗദി വെള്ളയ്ക്കൊക്കെ അങ്ങനെ ഒരു അറ്റൻഷൻ വന്നത്. അപ്പോൾ ആളുകൾ അതെ, അപ്പം ഓഫ്കോഴ്സ് തുടരും സംഭവിക്കാനുള്ള കാരണം സൗദി വെള്ളയ്ക്കാണ്. എൻ്റെടൻ സൗദി വെള്ളയ്ക്ക കണ്ടതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി, നമുക്ക് വേണ്ടി സിനിമയൊക്കെ ചെയ്യാൻ താല്പര്യമില്ലേ ചെയ്യാൻ ചേട്ടാ, ഒരു മോഹൻലാലിനെ വെച്ചൊരു സിനിമ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ അവിടെയാണ് എത്തുന്നത്. അങ്ങനെയാണ് സൗദി വെള്ളയ്ക്ക കാരണമാണ് ആക്ച്വലി തുടരും ഉണ്ടായത്. അപ്പൊ അങ്ങനെ എല്ലാ വിജയത്തിനും സന്തോഷങ്ങൾ എന്ന് വെച്ചാൽ എല്ലാത്തിനും പലതരം സന്തോഷങ്ങളാണ്. എന്താ പറയുക, ഓപ്പറേഷൻ ജാവ ഇവിടെ നമുക്ക് നമ്മളൊരു അഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. മറ്റേന്ന് വെച്ചാൽ ഈ നമ്മളെല്ലാ സിനിമയിലും ഇങ്ങനെ ഫെദറുകൾ കാണുമല്ലോ, ഈ 2 അറ്റം വെച്ചിട്ട് യാത്രകൾ ചെയ്തു, യൂറോപ്പിൽ പോയി, മറ്റടുത്ത് പോയി. അപ്പം അത് നമ്മുടെയൊക്കെ സിനിമയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളതിന്റെ ഉത്തരമായിരുന്നു അത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ സക്സസിനേക്കാളും സന്തോഷം ക്രിട്ടിക്കലി കിട്ടിയ സന്തോഷവും നാഷണൽ അവാർഡിൽ പോകാൻ പറ്റിയ സന്തോഷം. പിന്നെ ഒരു എന്താ പറയാ, ആ സന്ദീപ് സേനൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെ ആ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ ഫിലിമോഗ്രഫിയിൽ സൗദികളൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തൊരു സിനിമയാണ്. ഇതിപ്പോ വേറെ ലെവലായി. ഇത് ഈ പറയുന്ന ക്രോർ ക്ലബ് ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എല്ലാവരും ഇപ്പം ഒരിടക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്, പക്ഷെ നിനക്ക് ക്രോർ ക്ലബ് ഇല്ലല്ലോ. അപ്പൊ അതെന്നെ ഇങ്ങനെ
പക്ഷെ അന്ന് വെച്ചാൽ അങ്ങനെ ക്രോൾ ക്ലബ് ഉണ്ടാകാൻ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റൻസിനോട് അവന്മാർക്കൊക്കെ പറഞ്ഞു, ചേട്ടാ നമുക്കൊരു ക്രോൾ ക്ലബ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു നല്ല സിനിമ ഉണ്ടാക്കുക, അതെല്ലാം കൂടി ഒത്തുവരുന്ന സമയമാകുമ്പോൾ അതിനകത്ത് വന്ന് കയറി. അപ്പൊ അങ്ങനെ ഈ പറയുന്ന 100 CR ക്ലബ് എന്നൊക്കെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പൊ എനിക്കുണ്ട്. അതാണ് മോഹൻലാൽ എന്ന നടന്റെ എക്സ്ട്രീം അഭിനയം അതൊരു ഭാഗത്ത്, എന്നാൽ മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിന്റെ സ്ക്രീൻ പ്രസൻസ് വേറെ ഭാഗത്ത്. ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു മീറ്റർ താങ്കൾക്ക് പിടിക്കേണ്ടി വന്നിട്ടുണ്ടാവണം. അതെങ്ങനെയായിരുന്നു ഇതില്? അല്ല, ഇതിപ്പം നമ്മൾ ആ സബ്ജക്ട് കേൾക്കുന്നതേ ഒരു മോഹൻലാൽ സിനിമയായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പത്തെ സിനിമകൾ പോലെയല്ല. അപ്പൊ തന്നെ ഫാൻ ബൈ ഉണർന്നു. അപ്പം പിന്നെ നമുക്ക് എൻ്റെ അടുക്കൽ എന്താണ് ആദ്യം സബ്ജക്ട് പറയുന്നത്, എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ അടുക്കൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫില് ഒരു ഏകദേശം ഇയാളുടെ ഒരു സ്വഭാവവും, ടാക്സിക്കാരൻ അയാളുടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, വൈഫ്, കുട്ടികൾ, ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ, അത്രേ എനിക്കൊരു ധാരണ തരുന്നുള്ളൂ. അപ്പൊ അതിൽ തന്നെ നമ്മൾ പണ്ട് മിഥുനത്തിലെ കണ്ടുള്ള, വരവേൽപ്പിലെ കണ്ടുള്ള ഇങ്ങനെ നടക്കുന്ന ഒരു മോഹൻലാൽ ക്യാരക്ടറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് കൊള്ളാം. അപ്പം സെക്കൻഡ് ഹാഫ് ഇവർ പറഞ്ഞില്ല. സെക്കൻഡ് ഹാഫ് പറഞ്ഞു ഇനി തരുൺ അങ്ങോട്ട് ആലോചിച്ചു, അങ്ങനെ സെക്കൻഡ് ഹാഫ് പറയുന്നില്ല. ഇതിന്റെ ഒരു ഇന്റർവെല്ലിലെ മെയിൻ പോയിന്റുകളൊക്കെ എൻ്റെ അടുക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇനി തരുൺ ആലോചിച്ചു, സുനിൽ എന്ന് പറഞ്ഞ റൈറ്ററും കൂടി ഉണ്ട്, സുനിലോടും കൂടി ആലോചിച്ചിട്ട് നിങ്ങളത് നമുക്കത് കൊണ്ട് പിടിക്കാമെന്നു. അപ്പൊ എനിക്ക് ആ സ്വാതന്ത്ര്യം എനിക്ക് ഇഷ്ടപ്പെടും. കാരണം നമ്മളൊരു ഫുൾ കഥ ഇങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് അത് ചെയ്തോളൂ എന്ന് തിരുത്താൻ പാടില്ല എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ കയ്യിൽ ഇങ്ങനെ തന്നു, തരുൺ എത്രത്തോളം അതിനെ ഇൻവോൾവ് ചെയ്ത് ആസ് എ ഡയറക്ടർ അതിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. ഞാൻ പിന്നെ സുനിലിനെ പോയി കാണുന്നു. അപ്പോൾ ഈ സുനിലിനെ, അപ്പം ഇതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനെ ഇതിനേക്കാൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കഥാസന്ദർഭങ്ങൾ എനിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ എക്സൈറ്റ്മെന്റ്. ഫസ്റ്റ് ഹാഫിൽ ഈ പറയുന്ന കുറുമ്പ് കാണിക്കുന്ന, അല്ലെങ്കിൽ കുസൃതി കാണിക്കുന്ന, അല്ലെങ്കിൽ പേടിക്കുന്ന, സഹതാപം തോന്നുന്ന ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് അയ്യോ ആ പാവം മനുഷ്യൻ എന്ന് തോന്നുന്ന കുറേ സിറ്റുവേഷൻസ് ഉള്ള ഒരു ലാലേട്ടനുണ്ട്. ബൈക്കിൽ ഓടുമ്പോൾ നമ്മളൊക്കെ കൂടെ ഓടുകയാണ്, കാരണമൊന്നും പറ്റല്ലേ. ആ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഞാനും സുനിലിനോട് പറഞ്ഞു, സുനിലിനോട് ഞാൻ പറഞ്ഞത്, സുനിലെ ഇത് ഭയങ്കര ചെറിയ സിനിമയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ലാലേട്ടനെ വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ സിനിമയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേയില്ല. അങ്ങനെ കാരണം ലാലേട്ടനെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾ സംതിങ് ബിഗ് എന്ന് തന്നെ പ്രതീക്ഷിക്കും. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത എത്ര ചെറിയ സിനിമകളാണെങ്കിലും ഒരു ന്യൂ ജനറേഷനിൽ ഒരു പുതിയ ഡയറക്ടർ വരുമ്പോൾ അത് അത്രയേറെ കാത്തിരിക്കുന്നതാണ്. കാരണം ന്യൂ ജനറേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു സംവിധാനമൊപ്പം ലാലേട്ടൻ ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ ഒരു നറുക്ക് വീണ് ഞാൻ ഒരാൾ വരുമ്പോൾ ഒരിക്കലും ഞാൻ സൗദി പോലത്തെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് നമുക്ക് വലുതാക്കണം. അപ്പം വലുതാക്കുന്നതിന് ഭാഗം ലാലേട്ടനാകുമ്പോൾ നമുക്ക് എന്തായാലും ലാലേട്ടൻ്റെ ട്രേഡ് മാർക്ക് ഐറ്റങ്ങൾ ഈ ക്യാരക്ടറിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതിനകത്ത് മഴകൾ വന്നു, ലാൻഡ് സ്ലൈഡ് വന്നു, ഈ പറയുന്ന പോലെ ലാലേട്ടൻ്റെ മാസ് എലിമെന്റുകൾ വന്നു. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഒരു മോഹൻലാലിനെ കണ്ടുകൊണ്ട് എഴുതിയ സിനിമയാണ്. അതുകൊണ്ടാണ് അത്രയും ട്രെയിലർ മെയ്ഡ് പോലെ ഇരിക്കുന്നത്. ഈ പറയുന്ന ന്യൂ ജനറേഷൻ ഡയറക്ടറിനോട് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഈ ശരിക്കും പറയാ ലാൽ സാറ് പുതിയ ജനറേഷൻ്റെയും പഴയ ജനറേഷൻ്റെയും ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അത് തന്നെ ആ വിൻറ്റേജും ആ പഴമയും പുതുമയും സിനിമയിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിനിമ ഏത് സിനിമ അങ്കിൾ എന്ന് വയ്ക്കുമ്പോൾ വിക്രം എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ്റെ ഒന്ന് വയ്ക്കുന്നത് അങ്ങനെ കുറെ ഓർഗാനിക്കലി ചിന്തിച്ചിട്ടുണ്ടോ കൊണ്ടുവരാനായിട്ട്? ലൊക്കേഷൻ അതൊക്കെ ഓൺ സ്പോട്ടിൽ തോന്നിയ കാര്യങ്ങൾ. ഞാൻ ഇപ്പം സംഗീതനോട് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവിടെ കമലഹാസൻ ലാൽ സാറും കൊണ്ട് ഫോട്ടോ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ആണ്ടവരുടെ സ്റ്റൈൽ കണ്ട എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ കട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇമ്പ്രൂവൈസ് ചെയ്യാം. ഇത് വിക്രത്തിലെ ഫോട്ടോ ആണ് സാർ പറയുമ്പോഴത്തേക്കും, കാരണം വിക്രമാണല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ. അപ്പൊ ഞാൻ പറഞ്ഞു വിക്രം എന്ന് ചോദിക്കുമ്പം ഫൈറ്റ് ആണ് ബേസ് ചെയ്ത് വിക്രം മൊത്തം ഇരിക്കുന്നത്. അപ്പൊ വിക്രം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ചോദിക്കണം ഏത് നമ്മുടെ ലൊക്കേഷനെ ആണോ എന്ന് ചോദിക്കണം. അപ്പൊ അല്ലല്ല അത് രാജശേഖരൻ മാസ്റ്ററിന്റെ. അപ്പൊ അതിൻ്റെ അകത്തൊരു ഫൈറ്റ്. അപ്പൊ എനിക്ക് ആ ഓൺ സ്പോട്ടിൽ തോന്നിയ ഫൈറ്റേഴ്സിന്റെ ലൈഫ് ഉണ്ട് അതിൻ്റെ അകത്ത്. വിക്രം എന്ന് പറയുന്നത് ഇന്നേ വരെ സൗത്ത് ഇന്ത്യൻ സിനിമ കണ്ടുള്ള ഏറ്റവും വലിയ ഫൈറ്റ് കോറിയോഗ്രഫീസ് ഉള്ള സിനിമയാണ്. അപ്പം ഒരു ഫൈറ്റേഴ്സിന്റെ കഥ പറയുമ്പോൾ ആ സിനിമ അടയാളപ്പെടുത്താൻ പറ്റുന്ന കൃത്യമായൊരു സാഹചര്യമാണത്. പിന്നെ ഈ പറഞ്ഞ ലോകേഷിന് ഒരു വലിയ ഫാൻ ബോയ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ലോകേഷിന്റെ സിനിമേനെ ഒന്ന് അടയാളപ്പെടുത്താൻ പറ്റുക അതിന്റെ റീമേക്ക് ആണ് അല്ലെങ്കിൽ അപ്പൊ അത് കിട്ടിയ സാഹചര്യം. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ സംബന്ധിച്ചു. ഓൺ സ്പോട്ടിൽ ഷൂട്ട് ചെയ്യണ തൊട്ട് മുമ്പ് എൻ്റെ തല എന്തെങ്കിലും വരും ഭാഗ്യം. അപ്പൊ അങ്ങനെ ഞാൻ പോയി പറഞ്ഞ ഒരു അങ്ങനെ ലാൽ സാർ ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതന്നെ ജുബേ, നമ്മൾ ഈ ഫാൻ ബോയ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുമ്പോൾ ലാൽ സാറിന്റെ കാണുന്നത്, എസ്പെഷ്യലി ആ മറ്റേ പോലീസ് വണ്ടിയുടെ ഉള്ളിൽ കൂടെ കാണുന്ന അത്, പിന്നെ അദ്ദേഹത്തിന്റെ കൈ, അദ്ദേഹത്തിന്റെ കാല്, ലാസ്റ്റ് ക്ലോസ് അപ്പ് കാലിന്റെ നഖം. അപ്പൊ പോലീസ് വണ്ടിയിലൂടെ നോക്കുന്ന കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഡയലോഗ് ഉണ്ട്. അപ്പം ഒരു നോർമലി ഒരു സിനിമയിലും ഒരു വില്ലൻ വന്നിട്ട് പറയുവാണ് ഇതെന്റെ കഥയാണ്,
ഈ കഥയിലെ നായകൻ ഞാനാണ്, അതും മലയാളത്തിലെ ഏറ്റവും വലിയ ഹീറോയുടെ മുന്നിൽ. അതങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് കൗണ്ടറായിട്ട് ഈ കഥ ഞാൻ തിരുത്തും സാറേ എന്ന് കൗണ്ടർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ലാൽ സാറിൻ്റെ ഇടയ്ക്കൽ ഇതിങ്ങനെ ആദ്യം ബിനു ആയിരിക്കും പോകുന്ന മിക്കവാറും ഈ സ്ക്രിപ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പം ലാൽ സാർ ഇങ്ങനെ വായിച്ചു നോക്കുന്നുണ്ട്. വായിച്ചു നോക്കിയിട്ട് ഡയറക്ടർ സാറോടൊന്ന് ചോദിക്കുമോ, ഇത് ഞാനൊന്ന് നോക്കിയാൽ പോരെ, ഈ നോക്കിയാൽ പോരെ. അപ്പം ഈ പറയുന്ന ഈ കഥ തിരുത്തും നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടല്ലേ പറയുന്നത്, അയാളൊരു സാധു മനുഷ്യനല്ലേ. അപ്പം ബിനു ഓടി വന്നിട്ട് തരണേ ലാൽ സാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ്, അയ്യോ അത് തിയേറ്റർ ആടി ഉലയാൻ പോണ സീനാണ് അത്, അത് ലാലേട്ടൻ ആ ഡയലോഗ് പറഞ്ഞേ പറ്റുള്ളൂ ബിനു, അത് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അപ്പം ബിനു വീണ്ടും പോകും, ഡയറക്ടർ സമ്മതിക്കുന്നില്ല ലാലേട്ടാ, അല്ല ആ കുട്ടിയോട് ഞാൻ സംസാരിക്കാം, കുട്ടിയോട് ഞാൻ സംസാരിക്കാം. അപ്പം എനിക്കിത് മനസ്സിലായി, ഇതിങ്ങനെ ചുറ്റി 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 വരുന്നു എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്ത് നമ്മുടെ അർജുൻ ദാസ് ഉണ്ട് കേട്ടോ. അർജുൻ വന്നിട്ടുണ്ടോ അടുത്ത സിനിമയിലെ മിസ്റ്റർ അർജുൻ ദാസ്, യു ഓ മീ സംതിങ്, എന്റെ നെയ്ബറാണ്. അപ്പോൾ അർജുൻ എൻ്റെ ഇടയ്ക്കിൽ ഒരു അപ്പൊ ഈ സിനിമ ഓൾറെഡി ഡിസ്കഷൻ നടക്കാം. അപ്പൊ അർജുൻ ഉണ്ടെങ്കിൽ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞു, എനിക്കൊരു ദിവസം ലാലേട്ടന്റെ സീൻ അഭിനയിക്കുന്നത് കാണണം. അപ്പൊ ഞാൻ അവനിടക്കിടക്ക് മെസ്സേജ് അയക്കും, ഇപ്പം വരാറായോ ഇപ്പം വരാറായോ. അപ്പൊ ഞാൻ ഈ സീക്വൻസ് ഇപ്പൊ ഞാൻ 2 ദിവസം മുന്നേ വന്നു, ഈ ദിവസം ഒരു ഉഗ്രൻ സീൻ എടുക്കുന്നുണ്ട്, അത് തിയേറ്റർ കുലുക്കി മറിക്കാൻ. അപ്പം മച്ചാൻ ഞാൻ കമ്മിങ് മച്ചാൻ കമ്മിങ് എന്ന് പറഞ്ഞ് അപ്പൊ അവൻ അവിടെ നിന്ന് ഓടി വന്ന്, അപ്പൊ ഇവനെ ഇവിടെ ഇരുത്തിയേക്കാം. അപ്പൊ ഞാൻ ഈ തിയേറ്റർ കുലുക്കാൻ പോണ സീനാന്നൊക്കെ പറഞ്ഞ് ഇവനോട് ഷൂട്ട് ചെയ്യുന്ന സീൻ ലാലേട്ടൻ പറയാം, ആ ഡയലോഗ് വേണോ മോനെ തന്നെ. ഞാൻ എൻ്റെ അഭിമാന പ്രശ്നമാണല്ലോ അർജുൻ ദാസ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ. അപ്പം അപ്പം ഞാൻ നമ്മുടെ ഷാഹിച്ചേട്ടൻ്റെ അടുക്കൽ പോയി പറഞ്ഞു, ഷാഹിച്ചേട്ടനാണ്, ഷാഹിച്ചേട്ടൻ നമ്മളുള്ളൊരു ഭയങ്കര ബ്രദർഹുഡ് ഫീലാണ് എനിക്ക്, നമ്മൾ സ്വന്തം ചേട്ടച്ചാരെ പോലെ നിന്ന് സിനിമയ്ക്ക് ഭയങ്കര എന്നെ ഷോൾഡർ ഒപ്പത്തിനൊപ്പം നിന്ന് എനിക്ക് ഒന്നും നാളെ ഷാഹിച്ചേട്ടാ ഒരു വള്ളിയുണ്ട് ലാൽ സാറിൻ്റെ അടുക്കൽ, ആ ഡയലോഗ് ലാൽ സാർ വേണോന്ന് ചോദിച്ചു. അത് ഞാനൊരു നോട്ടം നോക്കിയപ്പോ അതാ അത് കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് നായകന്റെ, നീ എന്താ ഈ പറയുന്ന ഒരു വില്ലൻ വന്ന് പറയുവാണ് ഈ സിനിമയിലെ നായകൻ ഞാൻ, കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അത് നായകൻ പറഞ്ഞിരിക്കണം, ഈ കഥ ഞാൻ തിരുത്തുന്നു, നീ അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇപ്പോഴും ഷാഹിച്ചേട്ടൻ പറയാ അത് നീ മിസ്ലിച്ച്. അപ്പൊ ഞാനിങ്ങനെ ലാൽ സാർ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. അപ്പൊ എനിക്കറിയാം ലാൽ സാറിന്റെ മുന്നിൽ പോയി ഞാൻ പെട്ട് കഴിഞ്ഞാൽ ലാൽ സാർ എന്നെ പിടിച്ചിട്ട് ചോദിക്കും. അപ്പൊ ലാൽ സാർ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നോ പറയാൻ ചിലപ്പോൾ പറ്റാണ്ട് വരും. അപ്പം ഞാൻ അതുകൊണ്ട് ലാൽ സാറിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ അറിയാത്ത രീതിയിലേക്ക് കടന്നുപോയി വേറെ ഭയങ്കര തിരക്കൊക്കെ അനുഭവിച്ചെങ്കിൽ ലാൽ സാർ കൂടെ കൊണ്ടുത്തോണ്ട് മോനെ ഞാനത് ബിനുവിനോട് പറഞ്ഞിരുന്നു മോനെ, അത് നമുക്കത് ഡയലോഗ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യുന്നതല്ലേ നല്ലത്, മോനെന്ത് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് നമുക്ക് അതൊരു കൊമേഴ്ഷ്യൽ, മോനെ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് റിയലിസ്റ്റിക് അല്ലേ മോനെ, മോനെ ഇതുവരെ റിയലിസ്റ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനാ അങ്ങനെ കൊമേഴ്ഷ്യൽ ആക്കണേ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്, അപ്പം അതിന് മുമ്പ് എന്തിനാ മോനെ. അപ്പം ഞാൻ പറഞ്ഞേട്ടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വില്ലൻ്റെ, ഞാൻ പറഞ്ഞ വാക്ക് കുറച്ചും കൂടി കൊളോക്കിയൽ വാക്കാണ്, എന്നാലും ഞാൻ വില്ലൻ്റെ അമ്മായൊരു നോട്ടം നോക്കണം. അപ്പം ഞാൻ കുറച്ച് വേറെ കൂടി വൃത്തിയായിട്ട് രീതിയിൽ ആ വേർഡ് ഞാൻ യൂസ് ചെയ്തത്. മോനെ അതെങ്ങനെയാ മോനെ നോക്കണേ, മോനെ അതെങ്ങനെയാ മോനെ നോക്കണേ, അതൊന്ന് പറഞ്ഞു തന്നെ മോനെ. അങ്ങനെ അങ്ങനെ ചേട്ടാ അത് അതുപോലെ നോട്ടായിരിക്കണം. ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ആ നോട്ടം നമുക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ എനിക്ക് ഡയലോഗ് പറഞ്ഞും കൂടി ഒരു ഷോട്ട് തരണം, നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ അർജുൻ ദാസോട് മച്ചാൻ എന്തായി മച്ചാൻ ഞാൻ പറഞ്ഞു മച്ചാനെ ഒരു പരിപാടി ചെയ്യാൻ പോവാണ്, എൻ്റെ അടുത്തിരുന്നോ. അപ്പോൾ ഇങ്ങനെ തൊട്ട് അർജുനൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആണ്. ഞാൻ ആ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ എനിക്കാണെങ്കിൽ ലാൽ സാർ ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചിരിപ്പുണ്ട്, എന്നിട്ട് ഈസ് റൊട്ടേറ്റിംഗ് സൈസ്. അപ്പം ഞാൻ അർജുൻ്റെ അടുത്ത് പറഞ്ഞു മച്ചാൻ ഈസ് പ്രിപ്പയറിങ്, ആക്ടർ പ്രിപ്പയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഉള്ളൂ, ഈസ് പ്രിപ്പയറിങ്. അപ്പം അർജുന ഈസ് മച്ചാൻ ഈസ് പ്രിപ്പയറിങ് മച്ചാൻ എന്ന് പറയും നോക്കിയിരിപ്പുണ്ട്. എല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ഷോട്ട് എടുത്ത് ഒരു ലുക്ക് അങ്ങോട്ട് നോക്കി, മൈൻഡ് ബ്ലോയിങ് ആയിട്ട് ലുക്കാണ്. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അർജുന അവിടെ നിന്നിട്ട് അർജുന അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം അതിനപ്പുറത്തേക്കൊരു ഓപ്ഷൻ ഇനി എടുക്കാനില്ല. അപ്പം ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ലാൽ സാർ ദിസ് ഇസ് പെർഫെക്റ്റ്, എനിക്കൊരു വേറെ ടേക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഷാഹിച്ചേട്ടൻ പറഞ്ഞു, ഷാഹിച്ചേട്ടാ അങ്ങനെ നീ പറയല്ലേ, അത് കൊമേഴ്ഷ്യലി തിയേറ്ററിൽ ഹീറോ കൈയിടി. ഞാൻ പറഞ്ഞു ഇല്ല ഷാഹിച്ചേട്ടാ
നോട്ടത്തിൽ എല്ലാം ഉണ്ട്. നമ്മൾ ആ പറഞ്ഞ, ഞാനൊരു വാക്ക് നേരത്തെ യൂസ് ചെയ്തായിരുന്നു, ആ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ലാൽ സാർ കണ്ണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയൊരു നീ അത് സമ്മതിച്ചു കൊടുക്കല്ലേ, ഒരു ടൈം കൂടി പോണം, ഒരു ടൈം ഇല്ല ഇല്ല ഷായിച്ചേട്ടാ. അപ്പം ഷായിച്ചേട്ടൻ ഇപ്പോഴും അത് എഡിറ്റിൽ നിൽക്കുമ്പോൾ നീ ആ ഡയലോഗ് അന്ന് ലാൽ സാറിന് വേണ്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചതല്ല, അത് ചെയ്യിക്കണായിരുന്നു. സിംഗിൾ ഷോട്ട് ആയിരുന്നു ആ ഒറ്റ ഷോട്ട്. ആ ഷായിച്ചേട്ടന് നല്ലൊരു ഭയങ്കര ടൈറ്റ് ആയിട്ട് ആ ഗ്രില്ലടക്കം അതായത് ചുറ്റുള്ള ഒരു ഹോളിൽ കൂടി ഒരു നോട്ടം, ആ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ഗ്രില്ലിന്റെ ഒരു വിറവൽ, എല്ലാം കൂടി സോക്കോൾ ചില അതായത് സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, ആക്ടേഴ്സ്, പെർഫോമൻസ് എല്ലാം കൂടി ഒത്തുചേരാൻ പോകുന്നൊരു ഫ്രെയിമാണ്. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ. ഞാൻ രഞ്ജിത്തേട്ടനെ, ഞങ്ങളുടെ സെറ്റിലെ ഏറ്റവും വലിയ ഫാൻ ബോയ് രഞ്ജിത്തേട്ടനാണ്. അപ്പൊ ഞാനാണ് ഏറ്റവും വലിയ ഫാൻ ബോയ് എന്ന് പറഞ്ഞാലും വർഷങ്ങളായിട്ട് ഇങ്ങനെ രഞ്ജിത്തേട്ടനാണ് ആ ലാലേട്ടൻ ഫാൻ വർഷിപ്പ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ രഞ്ജിത്തേട്ടനെ വിളിച്ച് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ നമ്മുടെ സ്ക്രിപ്റ്റില് തിരിച്ചൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഈ നോട്ടം ഇങ്ങനെ ലാൽ സാർ സജസ്റ്റ് ചെയ്തു, പക്ഷെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞു. അതുമാതിരി തന്നെ ഇപ്പൊ ശോഭനയും ലാൽ സാറും കൂടിയിട്ടുള്ള ഈ ഐക്കോണിക് പെയർ ഓൾറെഡി അവർക്ക് കെമിസ്ട്രി ഉണ്ട് നമ്മുടെ മനസ്സിൽ. അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കെമിസ്ട്രി ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കാരണം ഇവർ തമ്മിലുള്ള നോട്ടവും ഇതൊക്കെ ചിലപ്പോ നേരത്തെ കുറെ ഇംപ്രൂവൈസ് ചെയ്തിരുന്നോ ഇതില്? ഇല്ല, ഇപ്പൊ ആ സിനിമ ശോഭന അല്ലായിരുന്നു ആദ്യത്തെ ഓപ്ഷൻ. അത് നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ശോഭന പടം ചെയ്യുമെന്ന്. പിന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഒരാളായതുകൊണ്ട് കട്ട് ആൻഡ് റൈറ്റ് ആണ്, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തേഞ്ഞ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റില്ല. അതുകൊണ്ട് അത് എങ്ങനെ മാമിനെ ഇത് അപ്രോച്ച് ചെയ്യാം. അതിനു മുമ്പ് കുറെ ആർട്ടിസ്റ്റുകൾ നോക്കി, മേദിലി ദേവികേനെ കോണ്ടാക്ട് ചെയ്ത് നോക്കി, ജ്യോതിക മാമിനെ ഞാൻ പോയി കണ്ടു. അപ്പൊ ഇവരൊക്കെ മേദില അതൊന്നും കിട്ടണില്ല. ഈ പറഞ്ഞ നമ്മള് എന്താ പറയാ, സ്ക്രിപ്റ്റ് തുടങ്ങി ലാൽ സാർ കമ്മിറ്റ് ചെയ്ത് വിത്തിൻ 40 days ഷൂട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കുന്ന ഏറ്റവും ചെറിയ പ്രീ പ്രൊഡക്ഷനാണ് ബൈ ടീം. ഇപ്പം പ്രീ പ്രൊഡക്ഷൻസ് ഇപ്പം ഷോർട്ട് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഒരു ടെക്നിക്കൽ ടീമും ആയിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളും ഏറ്റവും കുറഞ്ഞ ടൈമിൽ കയറിയ സിനിമയാണിത്. അപ്പം അതിൻ്റെ ഒരു വറി പോയിന്റ് ഉണ്ട്. അപ്പം ആ നമ്മൾ വിചാരിക്കുന്ന ഡേറ്റിൽ ഒരു ആർട്ടിസ്റ്റ് വരണം. അതുപോലെ ലാൽ സാറിനൊപ്പം ഒരു വെറുതെ ഒരാളെ കൊണ്ട് എടുത്താൽ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചിന്തയിലാണ് ഞാൻ നമ്മളുടെ പല ആർട്ടിസ്റ്റിലും പോയി. ജ്യോതിമാനെ പോയി കണ്ടു, ആ സമയത്ത് സൂര്യനെ പോയി കണ്ടു. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പം ജ്യോതിമാമും സൂര്യയും കൂടി ഒരു വേൾഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്, യൂറോപ്പിൽ പോകാൻ വേണ്ടി. അപ്പം അവർക്ക് ആ ട്രിപ്പ് മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ ട്രിപ്പ് മാറ്റാം. അപ്പം നമ്മൾ പിന്നെയും ധർമ്മസങ്കടത്തിലായിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഞാൻ പറയുന്നത് ശോഭന മാമിലേക്കൊന്നും പോയാൽ ഇല്ല, കാരണം നമ്മൾ നോ കേട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ജോലി. യെസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യം രഞ്ജിത്തേട്ടനാണ് വിളിക്കുന്നത്. രഞ്ജിത്തേട്ടൻ വിളിച്ച് ശോഭനെ സംസാരിച്ച് ഇങ്ങനെയാണ് ഷൂട്ട്, ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ എന്താണ് ജി എന്നാ വിളിക്കുന്നത്, ജി. അതായത് നമുക്കിങ്ങനെ ഒരുപാട് ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ബിസിയാണ് ഞാൻ, നിങ്ങൾക്കൊരു ബാധ്യതയാവും. അപ്പം എന്താണ് നിങ്ങൾ കഥയൊന്ന് കേട്ട് നോക്ക് ശോഭന, കഥ കേട്ട് നോക്കുക. കഥ കേൾക്കുന്നതന്നെ എന്നെ കംഫർട്ട് ആക്കണം. ഞാൻ കംഫർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര തലവേദനയാകും എന്ന് ശോഭനാവൻ തന്നെ പറഞ്ഞിരിക്കാം. അങ്ങനെ പെണ്ണിടയ്ക്ക് വരണേ. അല്ലെങ്കിൽ PhD തീസിസ് ഞാൻ ചോദിച്ചു തരും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ ചോദിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ തുടരും ഇങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും ലാപ്ടോപ്പ് കിട്ടുന്നത് അതിന്റെ PhD പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പം രഞ്ജിതൻ എന്നൊക്കെ പറഞ്ഞു, ഞാൻ ശോഭനയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കഥ കേൾക്കാൻ റെഡിയാണ്. അവരെ കംഫർട്ട് ആക്കുന്ന ഒരു സംവിധായകൻ വേണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ സഡൻലി വരുന്നു. അപ്പം എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്നിലേക്കുണ്ട്. അപ്പം ഞാൻ അങ്ങനോട് ഒരു മോർണിംഗ് ആണ് കഥ വീഡിയോ കോളിൽ കൂടിയാണ് പറയുന്നത്. കഥയെല്ലാം പറഞ്ഞുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ഐ എം റെഡി എന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ലഡു പൊട്ടി. നമ്മൾ ഡേറ്റുകൾ തന്നെ എന്താണ് ചാർട്ടിങ് പോലും പ്രോപ്പർ ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാം അങ്ങനെ ചാർട്ടിങ് പരിപാടികളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. എന്നാൽ എൻ്റെ കണ്ണിൽ അറൗണ്ട് 20 to 25 days, അത്ര 20 to 25 days വേണ്ടി വരുള്ളൂ. അപ്പോൾ മാം പറഞ്ഞു, ഞാൻ എൻ്റെ ഡാൻസ് പ്രോഗ്രാമുകളുടെ ചാർട്ടിങ് അങ്ങോട്ട് തരാം, എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ലാൽ സാർ എന്നാലും ത്രൂ ഔട്ട് നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഒരു ഏരിയ കംഫർട്ട് ആക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അപ്പം പിന്നെ അതനുസരിച്ചിട്ട് പരിപാടികൾ ചെയ്തു. അപ്പം ലാൽ സാർ ശോഭന എന്ന് പറയുന്നതിൽ ആ പേരിൽ തന്നെ ഒരു കെമിസ്ട്രി ഉണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മൾ വീട്ടിൽ പറയുമ്പോഴും അല്ലെ നമ്മൾ ഇവരാണ് കാസ്റ്റിംഗ് നമ്മൾ തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഭയങ്കര, അതുകൊണ്ടാണല്ലോ ഈ വയസ്സായ അമ്മൂമ്മമാരൊക്കെ സീരിയസ്ലി അത് ആളുകളെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിട്ട് തന്നെ ഉള്ളൊരു കാസ്റ്റിംഗ് തന്നെയാണ്. നിങ്ങൾ സിനിമകൾ കാണുമ്പോൾ ജനറേഷൻ, എന്റെ മകൻ 22 വയസ്സ്, എന്റെ അമ്മ 80 വയസ്സ്, രണ്ടുപേരും കൂട്ടിയിട്ടാണ് സിനിമയ്ക്ക് പോകണം. അപ്പൊ അത്
അപ്പൊ അമ്മമ്മയെ രാവിലെ 9 മണിക്ക് കുഴപ്പമില്ല ഞാൻ വരാം, അതാണ്. അതെ, അത് ഒരുപാട് സാഹചര്യം. ശോഭന മാം, മോഹൻലാൽ എന്ന് പറയുന്ന കാസ്റ്റിംഗ്, അതെ, അത് കാരണം ഈ സിനിമ കാണണം എന്ന്, ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങും മുമ്പേ അല്ലെ പോസ്റ്റർ ഇറങ്ങും മുന്നേ ഡിസൈഡ് ഒരു കൂട്ടം മലയാളികളുണ്ട്. ഈ സിനിമയിലെ നിങ്ങൾ ഈ ശാന്തമീ രാത്രി എന്നൊരു പാട്ട് വെച്ചിട്ട് ഒരു രാത്രി ശാന്തതയില്ല അതിന് ശേഷം. അതുകൊണ്ട് അത് വെച്ചത് ഭയങ്കര എത്രയോ കാലത്തെ മുമ്പ് ഒരു ഹിന്ദി നടനാണ് മറ്റേ മമ്മൂക്കയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നത് അല്ലെ. ഈ പാട്ട് എപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ കേൾക്കും, പക്ഷെ ഇത് തിരിച്ചു വന്നപ്പോ അതിനിടയ്ക്ക് ലാൽ സാറിന്റെ സ്റ്റെപ്പ്. അപ്പൊ ആ പാട്ട് അതുകൊണ്ട് തന്നെയാണോ വെച്ചത്? നമുക്ക് അവിടെ ഒരു ആഘോഷപ്പാട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ രാത്രി നീളും. അപ്പം ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടൊരു പാട്ട് വേറെ ഇല്ല. കാരണം അയാളുടെ ലൈഫിലെ ശാന്തത ഇല്ലാത്ത രാത്രികൾ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ആളുകളെ കംപ്ലീറ്റ്ലി ഒന്ന് ഉല്ലസിപ്പിക്കാൻ ഇതിനേക്കാൾ വലിയൊരു പാട്ട്. അപ്പൊ ഇത് റൈറ്റ്സ് ഒക്കെ മേടിക്കണം, നമുക്ക് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ വേറൊരു കമ്പനിയുടെ കയ്യിലാണ് റൈറ്റ്സ് ഇരിക്കുന്നത്. അപ്പൊ രഞ്ജിത്തേട്ടൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കര അവിടെയൊക്കെയാണ് നമ്മളൊരു പ്രൊഡ്യൂസറെ, കാരണം ഇതിന് ഒരുപാട് ഇളയരാജ പാട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് ഒരു 3 ഫൈറ്റ് വേറെ എടുക്കാവുന്ന ബഡ്ജറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇളയരാജ സാറിനെ കോണ്ടാക്ട് ചെയ്ത്, അപ്പൊ ആ ടെൻഷൻസ് ഡയറക്ടർ ആ ടെൻഷൻസ് ഒന്നും അറിയിക്കാണ്ട് ഈ മനുഷ്യൻ തന്നെ ചെന്നൈ പോകുന്നു, ഇളയരാജ സാറിനെ ഡയറക്ടർ പോയി കാണുന്നു, സംസാരിക്കുന്നു, അതിന്റെ മ്യൂസിക്കൽ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതുപോലെ തന്നെയാണ് ശാന്തമീ രാത്രിയിൽ അതിന്റെ പ്രൊഡ്യൂസറെ, അതിന്റെ റൈറ്റ്സ് ഹോൾഡേഴ്സിനെ, അതിന്റെ ഡയറക്ടറിനെ, അതിന്റെ മ്യൂസിക് ഡയറക്ടറെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് നമുക്ക് ഈ സോങ് പടത്തിൽ യൂസ് ചെയ്യണം. അപ്പൊ ഇതാണ്. അപ്പൊ ഈ ചേച്ചി ഇപ്പം ചോദിച്ച അതേ വാക്ക് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അയാളുടെ ലൈഫിലെ ശാന്തതമില്ലാത്ത ഒരു രാത്രികൾ തുടങ്ങാവുന്നതിന് മുന്നേ നമുക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഈ രാത്രികൾ തന്നെ അന്ധകാരത്തിൽ ഒരുപാട് സീൻസിൽ രാത്രികളിൽ ഷൂട്ട് ചെയ്താലും ഡേ സീൻസിലും ഒരുപാട് ഡാർക്ക് സൈഡ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ഒരു കാണാതായ്മ, അല്ലെ എല്ലാത്തിനും. അപ്പൊ അങ്ങനെ ഈ ഉടനീളം ഈ ഒരു കഥയിൽ വരുന്നത് ഒരു ഗ്രേ ടോണുണ്ടോ അല്ലെ? കുറച്ച് റോ ആയിട്ടുള്ള നമ്മൾ പറയുന്ന വിഷയമേ അതാണ്. സത്യം. അപ്പൊ അത് നമുക്കറിയാം, ഇതിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു വിഷയമാണ് പറയുന്നത്. അല്ലെങ്കിൽ സിനിമയിൽ സംഭവിക്കുന്ന ട്രിഗറിങ് പോയിന്റുകളല്ല എല്ലാം ഈ പറയുന്ന ഓഡിയൻസിന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അവിടെയാണ് ഷാഹി ചേട്ടന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഷാഹി ചേട്ടനോട് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര പ്ലസന്റ് ആയിരിക്കണം നമ്മുടെ ഷൂട്ടുകളൊക്കെ. ആ പാട്ടും കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര റോ ആയിട്ടൊരു സ്വഭാവം പിടിക്കാണ്ട് കുറച്ച് ടോണൊക്കെ കയറ്റി തന്നെ ആളുകൾക്ക് പ്ലസന്റ് ആയിട്ടൊരു ഫീല് കൊടുത്തിട്ട് ആളുകൾ അതിലോട്ട് ഇന്നാക്കിയിട്ട് നമുക്ക് ആ രാത്രി മുകളിൽ കഥ ഷിഫ്റ്റ് ചെയ്യാം. അതുവരെയും ആ ഷാഹി ചേട്ടന്റെ ഒരു സിനിമാറ്റോഗ്രഫി പ്ലസന്റ് ആയിട്ട് ആളുകൾ കാണാൻ തീരുമാനിച്ചതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫൈറ്റിലേക്ക് ഞാൻ എത്താം, പക്ഷെ ആ ഒരു ബാത്റൂമിൽ സീൻ ഉണ്ടല്ലോ, അത് ഇത്രയും വളരെ ചെറിയൊരു സ്ഥലത്തായിരിക്കണം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനെക്കുറിച്ച് എനിക്ക് അധികം സ്പോയിലർ വേണ്ട ആൾക്കാർ ഇനിയും സിനിമ കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു സന്ദർഭം? ബിക്കോസ് എനിക്കുണ്ടല്ലോ സത്യമായിട്ട് പറയും, എൻ്റെ കണ്ണ് അടയല്ലേ, നമ്മൾ ഇമ അടക്കിയെന്ന് പറയില്ലേ, അങ്ങനെ അതുപോലും ഇതാവാണ് ഞാൻ ആ അഭിനയ സീൻ കണ്ടു നിന്നൊരു സീനാണ്. അതെങ്ങനെ നിങ്ങളത് നേരിട്ട് കണ്ടോണ്ട്? അർജുനും അതെ, നിങ്ങളും അതൊക്കെ നേരിട്ട് കണ്ടോണ്ട്? ഇല്ല, അത് കാണാൻ അർജുനില്ല. അത് കാണാൻ ആക്ച്വലി അത് ആ സ്ക്രിപ്റ്റിനകത്ത് ഇതേപോലെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ സാർ ഈ സ്ക്രിപ്റ്റ് ഷൂട്ടിങ് തുടങ്ങുന്നതിന് ഏതാണ്ട് ഒരു 10 ദിവസം മുന്നേ തന്നെ ഫുൾ റീഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന രീതിയിൽ ഈച്ച് ആൻഡ് എവറിത്തിങ്, ക്യാരക്ടർ, ഇമോഷൻസ് എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് എഴുതിയ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് ലാൽ സാർ വായിച്ചിട്ടാണ്. അപ്പോൾ ലാൽ സാറിന് അറിയാം ഈ ക്യാരക്ടറിൻ്റെ ഇമോഷണൽ ഫ്ലോ എന്താണ്, ആ ഏരിയയിൽ ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്നതൊക്കെ വളരെ കൃത്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതിനു മുമ്പത്തെ സിനിമകളിലൊക്കെ എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ എല്ലാവരും സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ പ്രോപ്പർലി കൊടുത്ത്, എനിക്ക് എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ എല്ലാവരും വായിക്കണം എന്ന് നിർബന്ധമുള്ളതാണ്. അപ്പം അത് ഞാൻ രഞ്ജിത്തേനൊക്കെ പറഞ്ഞപ്പം രഞ്ജിത്തേണ്ട അത് അതിനെന്താ നമുക്ക് പോയി ആ സ്ക്രിപ്റ്റ് കൊടുക്കാമെന്ന്. ഇപ്പോൾ ലാൽ സാർ ഭയങ്കര അത്ഭുതത്തോടെ ആ സ്ക്രിപ്റ്റോ വായിക്കണം, ഞാൻ ലാൽ സാർ വായിക്കാൻ പോനെ എന്ന് പറഞ്ഞ് വായിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ഹോംവർക്ക് ചെയ്തു. ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഒരു ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതറിയില്ല എനിക്ക് എന്താണ് അൽസാറിന്റെ ആ ആക്ടിങ്ങിലേക്കുള്ള പ്രോസസ് എന്ന് എനിക്കറിയില്ല. അവിടെ ചിലപ്പം തമാശയൊക്കെ പറഞ്ഞിരിക്കണ കാണാം, പെട്ടെന്ന് വന്നിട്ട് ഷിഫ്റ്റ് ചെയ്യണ കാണാം. അപ്പൊ ഇത് ആ സീൻ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഇടുങ്ങിയൊരു സ്ഥലമാണ്, വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഓൾറെഡി 2 ക്യാമറകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വൺ ടേക്കിൽ തന്നെ ആ ഷോട്ട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ള നിൽക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ വളരെ ചെറുതായിരുന്നു. ലാൽ സാർ മുഖം പൊത്താതെ കരയണം, വൾഗറായിട്ട് കരയണം. അപ്പോൾ അറിയാലോ ഇപ്പം വായിൽ നിന്നൊക്കെ ഉമ്മിനീരടക്കം പുറത്ത്, അങ്ങനെ നമ്മൾ ലാൽ സാർ കരയണ കണ്ടിട്ടില്ല. കാരണം മുഖം ഒരിക്കലും പൊത്തരുത്. പൊത്താൻ ഫീൽ ചെയ്താലും എങ്ങനെയെങ്കിലും കൈ
ലൂസാക്കി കളയണം, പിന്നെ ടോട്ടൽ കൊളാപ്സ്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ ലാൽസാറിൻ്റെ കയ്യിൽ. കാരണം അതിനപ്പുറത്തേക്ക് ആ സീനിൽ ഫീഡിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം വളരെ കൃത്യമായിട്ട് ഇമോഷൻ എന്താണെന്നറിയാം. അപ്പുറത്ത് അമ്മ എന്ന് പറയുന്നൊരു ഇമോഷൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അവർ കേൾക്കാൻ പാടില്ല എന്നറിയാം. ഇൻ ടോട്ടൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്ലോസ് റൂമിൽ നിൽക്കുന്ന സിറ്റുവേഷൻ. ആ നാച്ചുറലായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ സാധനം വിഷമിച്ച് പെട്ടെന്ന് ഈ കാലൊന്ന് മാറി പോകുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ മുമ്പ് ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞു, ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാൻ, ഇത് കട്ട് വിളിക്കണമോ വേണ്ടയോ എന്നൊക്കെ പറയുന്നത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് ഞാൻ ഇതിനു മുമ്പത്തെ ഇന്റർവ്യൂവിൽ റിലീസിന് മുന്നേ ഞാൻ തള്ളിയായിരുന്നു. അപ്പം ഞാനത് വീട്ടിൽ വന്ന് അയ്യോ തള്ളാൻ പാടില്ലായിരുന്നു. ഇതാണ് ആ സീൻ, പെർട്ടിക്കുലർലി ഇതാണ് ആ സീൻ. ഇത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പ്രകാശ് വർമ്മ ഇരിപ്പുണ്ട്, ബാക്കിൽ ബിനു പപ്പു ഇരിപ്പുണ്ട്. ബാക്കി ഇതെല്ലാവരും ഈ സീൻ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. അപ്പം പ്രകാശ് വർമ്മ ഇതെങ്ങനെയാണ് ലാലേട്ടൻ ഡെലിവർ ചെയ്യാൻ പോകുന്നത് കാണാനുള്ള കൗതുകത്തിലാണ് വന്നിരിക്കുന്നത് ഈ മനുഷ്യൻ. അപ്പം ഞാനിങ്ങനെ ഇത് കണ്ട് പുള്ളി ടോട്ടൽ കൊളാപ്സായി. ഇതിങ്ങനെ വന്നിട്ട് ചക്ക് പറഞ്ഞ് കാലിൽ തെന്നൽ. അപ്പം ഞാനിത് ഒന്നാനെ വെള്ളം നിറയെ വെള്ളം. അപ്പം എന്തെങ്കിലും അപകടം പറ്റിയതാണോ, കാല് തെന്നിപ്പോ. ഞാൻ ടോട്ടൽ കൊളാപ്സ് എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ കൊളാപ്സ് എന്ന് പറയുമ്പോൾ സാർ അവിടെ ഇരുന്ന് പോകുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് ഇങ്ങനത്തെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യും, അതിനും മേളിലേക്കൊരു ഷോട്ട് തരിക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്ത് എക്സൈറ്റ്മെന്റ്. അപ്പം തെന്നിപ്പോയപ്പോഴും ദൈവമേ ഈ മനുഷ്യൻ വീണതാണോ, കാരണം വീണത് ലാലേട്ടനാണ്, എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ, ഇത് കട്ട് വിളിക്കണമോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മൈക്ക് ഇങ്ങനെ എടുത്ത സമയത്ത് പ്രകാശ് വർമ്മ എൻ്റെ തുടയിൽ കയറി ഇങ്ങനെ വിളിക്കരുത്, ദിസ് ഈസ് ദ മാജിക് ഹീ ഈസ് ഗിവിങ് ഫോർ യു എന്ന് പറഞ്ഞു. മാജിക് ഞാനിങ്ങനെ അപ്പം ലാൽസൺ, അപ്പം ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് കട്ട് വിളിക്കുന്നത്. അപ്പം ഈ അവിടെ നിന്ന് ഇങ്ങനെ ലാൽസാർ ഇരുന്ന് അവിടെ നിന്ന് എങ്ങിക്കൂടിയിരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ കട്ട് വിളിച്ച് ഓടി ലാൽസാറിൻ്റെ സാറി ഓക്കെ, മോനെ ഓക്കെയാണ്, മോനെ ഓക്കെ അല്ലേ, ഞാൻ എപ്പോഴേ ഓക്കെ. ഞാൻ ഷാഹിച്ചേട്ടാ അത് പുള്ളി തന്നതാടാ നിനക്ക് അല്ലേ, ഓക്കെ. അപ്പം ഞാൻ ഓക്കെ മോനെ ഞാൻ ഓക്കെയാണ് മോനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലാൽസാറിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ ഷോട്ട് എടുത്തത്. എനിക്ക് കുറ്റബോധം, ആ മനുഷ്യൻ വീണല്ലോ എന്നുള്ള കുറ്റം. കാരണം അത് നിസ്സാര വീഴ്ചയല്ല, അത് നമ്മള് ഇതൊക്കെയാണ് നമുക്ക് കാണാൻ ആഗ്രഹിച്ച ലാലേട്ടൻ. ഞാനപ്പോ അതിന്റെ മേക്കിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇതെന്താ ഈ മനുഷ്യൻ അതിന് മുമ്പ് പ്രിപ്പയർ ചെയ്തതെന്ന്. അപ്പൊ ഞാൻ കാരണം അതിൻ്റെ അകത്തേക്ക് മേക്കിംഗ് അത്രയും ഇമ്പോർട്ടൻറ്റ് സീൻ ആയതുകൊണ്ട് മേക്കിംഗ് കാരെയോ സ്റ്റില്ല് കാരെയോ ഞാൻ അതിൻ്റെ അത് നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതും ഇല്ല നമ്മൾ. ഞാൻ ഷാഹിച്ചേട്ടാ എന്തേലും ആ മനുഷ്യൻ ആ ഷോട്ടിന് മുന്നേ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈടാ പുള്ളി തോളൊക്കെ വെച്ച് അവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഞാനും ആ സമയത്ത് ടോപ്പ് ആംഗിൾ ഒരു ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് ബിനു ഒക്കെ എന്റെ ബാക്കിൽ നിൽപ്പുണ്ട്. ബിനു എല്ലാരും ഇവൻ അത് കട്ട് എന്റെ കട്ട് വിളിക്കാൻ കൺഫ്യൂഷൻ ആ മനുഷ്യൻ പെർഫോമൻസ് ഒക്കെ വീണ് പോയതാണെന്നാണ്. പക്ഷെ കൊളാപ്സ് എന്ന് പറയുന്ന എന്റെ കമാൻഡ് ഒരു പക്ഷെ ആ മനുഷ്യന്റെ മൈൻഡിൽ രജിസ്റ്റർ ആയത് ഓക്കെ കൊളാപ്സ് ആയേക്കാം എന്നുള്ളതായിരിക്കും. അതാണ് ഈ സിനിമയില് എന്നെ ഒരേ സമയത്ത് എക്സൈറ്റ്മെന്റും ഒരേ സമയത്ത് കൺഫ്യൂഷനും ഉണ്ടാക്കിയത്. ഫാന്റാസ്റ്റിക്. എപ്പോഴാണ് ഈ ഉമ്മ ഫാൻ ബോയ്ക്ക് കിട്ടിയത്? ഇന്നലെയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ലാൽസാർ പടം വർക്കൗട്ടായി ആളുകളുടെ ഒരുപാട് സംഭവങ്ങൾ വരുമ്പോൾ ലാൽസാർ വിളിക്കും, ചില പുള്ളിക്ക് കിട്ടുന്ന റിവ്യൂസ് ഒക്കെ എനിക്ക് അയച്ചു തരും. അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ. അപ്പം ഒരു ദിവസം രാവിലെ ലാൽസാർ വിളിച്ചു, അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാരും വിളിക്കുന്നു. അപ്പം പറഞ്ഞ ചില ഭയങ്കര അനുഗ്രഹമുള്ള സിനിമയാണത്. നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ തോന്നി, ചില സമയത്ത് ചില ഇംപ്രവൈസേഷൻസ് എല്ലാം സീനിൽ വർക്കൗട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇംപ്രവൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ലാൽസാർ പെർട്ടിക്കുലർലി എടുത്തു പറഞ്ഞ ഇംപ്രവൈസേഷൻ, ഇപ്പൊ ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഒരു മുരുകാവിളി ഉണ്ട്. അത് ഈ നോട്ടം പോലെ തന്നെ ലാൽസാർ ഈ ഷൂട്ടിന്, അതായത് അന്ന് ഫൈറ്റ് എടുക്കാൻ പോകുന്നു, ഫൈറ്റ് എടുക്കാൻ തൊട്ട് മുമ്പ് ഇതുപോലെ തന്നെ ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, സ്റ്റൺസിൽ വേണം. സ്റ്റൺസിൽ എടുക്കാൻ ലാൽസാർ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഈ ഫൈറ്റിന് മുമ്പ് ഒരു മുരുക വിളിയുണ്ടല്ലോ, ഇങ്ങനെ വിളിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു തൊട്ടുകൊള്ളോ മുരുകോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്താലോ എന്ന് ലാൽസാർ ക്യാരവാനിൽ വെച്ച് സിൽവയോട് ചോദിച്ചു. സിൽവ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് സാർ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു, അത് എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങൾ ഫൈറ്റേഴ്സ് നമുക്കറിയില്ലല്ലോ, ഞങ്ങൾ ഫൈറ്റേഴ്സ് അങ്ങനെ ഫൈറ്റിന് മുമ്പ് എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് ചെയ്യാറുണ്ടോ എന്ന്. അപ്പം നമ്മളിങ്ങനെ ഒരു നാരങ്ങ വെച്ചൊരു പൂജ ചെയ്യാറുണ്ട്. പിന്നെ മിക്കപ്പോഴും ഒരു മുരുകനെ
മുരുകനോടുള്ള ഭക്തിയുണ്ട് ഈ ഫൈറ്റേഴ്സിനൊക്കെ. അതെ, അവസാനം വിളിക്കണ്ടേ മുരുക. അപ്പം ലാൽ സാർ അത് അപ്പം ഞാൻ ദെൻ ഈ ലാൽ സാറിനെ പോലുള്ള ആളൊരു മുരുക വിളിച്ചിട്ട് ഫൈറ്റ് കഴിഞ്ഞാൽ തിയേറ്റർ ബ്ലാസ്റ്റാണ്. അപ്പം അത് ലാൽ സാർ വന്നത് ആ മുരുക വിളിച്ചു. ലാൽ സാർ പിന്നെ അത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലൈമാക്സ് എടുക്കാൻ ഞാൻ ക്ലൈമാക്സ് റീവർക്ക് ചെയ്തു. എന്നുവെച്ചാൽ വേറൊരു രീതിയിലായിരുന്നു ആ ക്ലൈമാക്സ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ മുരുക എൻ്റെ മൈൻഡിൽ കിടന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഈ മുരുക വിളി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് മൊത്തം ഇരുന്ന് റീവർക്ക് ചെയ്ത് ഞാൻ സുനിലിനെ അയച്ചു കൊടുത്തു. സുനിൽ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ്, നിനക്കിതാണ് തോന്നണമെങ്കിൽ നീ അത് ചെയ്യുന്നു. അപ്പം ഞാൻ നേരെ എൻ്റെ തന്നെ കാണിച്ചു, എന്താ നീ തോന്നുന്നു ഈ ഇങ്ങനെ ഇപ്പം ഈ ലാൽ സാറിന് എനിക്ക് ഫൈറ്റ് ഉണ്ടെങ്കിൽ മുരുക തന്നു, എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, ലാസ്റ്റ് എനിക്കൊരു മുരുക വിളി കൂടെ വേണം. അപ്പോൾ ഞാൻ ലാൽ സാറിനിടയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ലാൽ സാറ് പറഞ്ഞു, ആ മുരുക വീണ്ടും വിട്ടല്ലേ. ഞാൻ പറഞ്ഞ സാർ അത് എനിക്ക് ഭയങ്കരമായിട്ട് രജിസ്റ്ററായി. അവിടെ ഒരു മുരുക ഭയങ്കര ഒരു എന്താ റിവഞ്ച് മൂഡിലാണെങ്കിൽ ഇത് അയാളുടെ അവസ്ഥ വിഷമാണ്. അപ്പോൾ ആ ഒരു മുരുക എന്ന് പറഞ്ഞ ഒറ്റ വേർഡിന് ഒരു ആക്ടറിന് രണ്ട് ഇമോഷൻ ഇടാൻ പറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര ശരിയാണ്, ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എനിക്ക് മുകളിലോട്ട് നോക്കിയിട്ട് ഒരു മുരുക, ആ മുരുകാവിളി തിയേറ്ററിൽ കണ്ടുവന്ന് എല്ലായിടും നെഞ്ചത്ത് കൊണ്ടുപോകുന്നുള്ളത് അതാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ അതാ പറഞ്ഞത്, അത് ഞങ്ങളുടെ കോൺവെർസേഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊരു മുരുകാവിളി അവിടെ ഇട്ടപ്പോൾ മോൻ അപ്പുറത്തിന് മുരുകാവിളി ഇടാൻ തോന്നിയില്ലേ. ഇൻ ദ സെയിം തിങ് ഞാൻ ഡബിന് വന്നപ്പോഴത്തേക്കും ഈ ബാത്റൂം കൊളാപ്സ് ചെയ്യുന്നത് ഒരു മുരുകാവിളി ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മുരുക ഒന്നും അല്ലാത്തൊരു 3 മുരുകാവിളി ഉണ്ട് ഈ സിനിമയിൽ. അതൊരു എന്താ പറയുക, എല്ലാം തകർന്നൊരു മനുഷ്യൻ, മറ്റത് റിവഞ്ച് മൂഡിലോട്ടൊരു മനുഷ്യൻ, മറ്റത് എന്താ പറയുക എല്ലാം ദൈവത്തിലേക്ക് അർപ്പിക്കുന്ന രീതിയിലൊരു. അപ്പോൾ ഒരു ആക്ടർ മുരുക എന്ന് പറഞ്ഞ വേർഡ് 3 സൗണ്ട് മോഡുലേഷനിൽ അല്ലെങ്കിൽ 3 ഇമോഷണലി ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എക്സൈറ്റ്മെന്റ്. അതാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് മോഡുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ ശോഭനയായിട്ട് സംസാരിച്ച സമയത്ത് നീ ഇങ്ങനെ തുടങ്ങല്ലേ എന്ന് പറയുന്നില്ലേ, അതുവരെയ്ക്ക് ദേഷ്യമായിരുന്നു. ഈ തുടങ്ങല്ലേ എന്ന് പറഞ്ഞാൽ മാറ്റി, അതെ അതെ നീ ഇങ്ങനെ തുടങ്ങല്ലേ, പിന്നെ ഒരു പോസ് ഇങ്ങനെ, അതെ അത് ഭയങ്കര രസമായിരുന്നു. ശോഭന തന്നെ ഞാൻ വിചാരിച്ചാട്ടോ, അത് തിരിഞ്ഞിട്ട് അവര് പ്രകാശ് നോക്കിയിട്ടൊരു നാഗവല്ലി നോട്ടം നോക്കി പോകുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഷീൽ പ്രതികരിക്കുന്നു, അതെന്താ പ്രതികരിക്കാൻ? ഇല്ല, എന്നെ സംബന്ധിച്ചോളം അത് ആ നോട്ടത്തിലുണ്ട്. ഞാൻ മാമിനോട് പറഞ്ഞത്, മാമിനോട് ഞാൻ ഈ കഥ പറയുമ്പോൾ ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാമിനെ ഞാൻ കൊണ്ടുവരുന്നത്. അതായത് ആ കുടുംബത്തിലേക്ക് ഒരാളെയും കൂടി ചേർക്കുവാണ്. ഞാൻ സ്പോയിലറാണ് ഞാൻ പറയുന്നത്. ആ കുടുംബത്തിലേക്ക് ഒരാളെയും കൂടെ ചേർക്കുന്ന ഒരു ഹഗ്ഗുണ്ട്. ആ ഹഗ് മാം ഹഗ് ചെയ്താലേ നിൽക്കൂ. അത് വേറൊരാളെ ഹഗ് ചെയ്യണമെങ്കിൽ അതൊരു സിനിമാറ്റിക് മൂവ്മെന്റ് ആണ്. അപ്പൊ ബാക്കിയെല്ലാം ഒരു പക്ഷേ ഒരു ഹീറോയിൻ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ലാൽ സാറിനൊപ്പം കുസൃതി പറഞ്ഞിരിക്കുന്നതോ ഒക്കെ ആയിരിക്കും, ഒരു പാർട്ട് സീനിൽ പോകുന്നതായിരിക്കും. പക്ഷെ 2 സീക്വൻസുകൾ അല്ല 3 സീക്വൻസ്. ഒന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു നോട്ടം, പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ചൊരു നോട്ടം, ശേഷം മുറിക്കകത്ത് വരുമ്പോഴും നോട്ടം, പിന്നെ ഈ ഹഗ്. ഈ 3 പോയിന്റാണ് ആസ് എ പെർഫോമർ മാം എനിക്ക് തരാനുള്ളത്. സോ അത് അവർക്കറിയാം, അവരെ നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ. അതെ സത്യം. ശരിക്കും മറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട്, ബിനു ആണെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. പണ്ട് എന്നോട് പറഞ്ഞിട്ട്, പണ്ടെന്ന് പാടി നമ്മൾ സൗദി വിലയ്ക്ക് സമയത്ത് നമ്മളൊരു ഡയറക്ടർ റൗണ്ട് ടേബിൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ എല്ലാവരെയും രാവിലെ വിളിച്ചിരുത്തി വർത്താനം പറയും, ഇതാണ് നമ്മുടെ സിനിമ, നമ്മളിതാണ് എടുക്കാൻ പോണത്, താങ്കൾ മാഷായതുകൊണ്ട്. ഇതിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, ബിനു ആക്ച്വലി ഇതിന്റെ എഴുത്ത് സമയങ്ങൾ നടക്കുമ്പോൾ ബിനു എനിക്ക് വേണ്ടി എഴുതുന്ന ഒരു സബ്ജക്ട് അപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം കയറുന്നതെന്ന് ഞങ്ങൾക്ക് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ സഡൻലി ആണ് ഈ പ്രോജക്റ്റ് വന്ന് കയറുന്നത്. ആദ്യം ടോർപ്പിഡായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതാണ് അനൗൺസ് ചെയ്യപ്പെട്ട പ്രോജക്റ്റ്. അത് ഇങ്ങനെ ആക്ടേഴ്സ് കാര്യങ്ങൾ, അത് കുറച്ച് ഇത്ര അധികം ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് അതൊരു കറക്റ്റ് ടൈം കിട്ടണം. അതാണ്. അപ്പൊ അതിന്റെ പിന്നാലെ പോകുന്ന ഇടയിലാണ് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് രഞ്ജിത്തേട്ടൻ ലാൽ സാറൊക്കെ നമുക്ക് ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരു പ്രൊഡ്യൂസറായിട്ട് കമ്മിറ്റഡ് ആണ്. ബിനു എന്ന് പറഞ്ഞ സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു തിരക്കഥ എഴുതാൻ വേണ്ടി കമ്മിറ്റഡ് ആണ്. അപ്പൊ ആഷിഖ് ഉസ്മാനാണ്. അപ്പൊ ഞാൻ ആദ്യം വിളിച്ച് അനുവാദം ചോദിക്കുന്ന ഇവർ രണ്ടു കൊടുക്കുക. അപ്പൊ എന്റെ മനസ്സിൽ നോർമലി ഒരു ആഷിഖിനെ പോലത്തെ പ്രൊഡ്യൂസർ ആണെങ്കിൽ അതെങ്ങനെ ശരിയാവും തരണേ, ഞാൻ ഈ പറയുന്ന പോലെ എന്റെ ഫ്ലാറ്റ് എടുത്ത് നിങ്ങൾ എന്റെ അഡ്വാൻസ് മേടിച്ച് നിങ്ങൾ വർക്ക് ചെയ്ത സിനിമയല്ലേ, അങ്ങനെ ചോദിക്കുന്നു. എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലെല്ലാം അങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും അവരവന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ ആഷിഖിനോട് ആഷിഖിനോട് മച്ചാനെ മോഹൻലാൽ പടമാണെങ്കിൽ ഇപ്പോൾ ചെയ്യും, മോഹൻലാൽ പടമാണെങ്കിൽ അത് മച്ചാന്റെ ലൈഫിൽ കിട്ടാൻ പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, മച്ചാൻ പോയി ചെയ്തിട്ട് വാ എന്ന് പറയുന്നു. ബിനുവും സെയിം തിങ്. അപ്പം ബിനുവും പറയുന്നത് അതാണ് നീ ചെയ്യേണ്ടത്. അപ്പൊ അത് ബിനുവിന്റെ ആ കൺസേൺ
എങ്ങനെ നീ ഇത് 40 ഡേയ്സിൽ ഇത് തീർക്കും. 40 തീർക്കല്ല, ഇത് പണിയെടുത്തിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് ബിനുവിന്റെ നിങ്ങളുടെ ഡയറക്ടേഴ്സ് ടീം അതിന്റെ നല്ലൊരു ടീം വർക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടെ കട്ടക്ക് നിന്നാൽ മതി, ക്ലാരിറ്റി ഉണ്ട് സിനിമ എന്താണെന്നുള്ളത്. അപ്പൊ എനിക്ക് കാര്യങ്ങൾ നിങ്ങൾ അടുപ്പിച്ച് തന്നാൽ മതി, ബാക്കി ഷൂട്ട് ചെയ്തെടുക്കുന്ന വരെ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് ബാക്കപ്പിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ, ലൊക്കേഷൻസ്, കാര്യങ്ങളെല്ലാം സമയത്തിന് എത്തിച്ചു തരുന്ന കാര്യങ്ങൾ ബിനുവും കൂട്ടരും കൂടെ വയ്ക്കുവാണെങ്കിൽ ചെയ്യാം. അങ്ങനെയാണ് ബിനുവിന്. അപ്പൊ എന്നെ സംബന്ധിച്ചത് അങ്ങനെ ഒരു പ്രോജക്റ്റ് സംഭവിച്ചത് ഒരു എന്താ പറയാ, അതിന് ഞാൻ ആഷിഖിനോടും ഭയങ്കര താങ്ക്ഫുൾ ആണ്, ബിനുവോടും ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം നീ അതങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞ ഒരു നല്ല ട്രൂ, നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബിനുവോട് പറഞ്ഞത് എനിക്ക് ഒറ്റ അടിയേരാ തോന്നിയത് സിനിമ. അതാണ് അഭിനയത്തിന്റെ ഇതും. ഈ ഇത്രയും ആൾക്കാരെ കൂടെ വരുമ്പോഴേ അതിലൊരു താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബിനു അങ്ങനെ ക്യാരക്ടർ കൊടുത്തു. ഓ സത്യം, കറക്റ്റ് ആയിട്ട് നന്നായി ചെയ്ത് കണ്ണക്കുറ്റി എന്നെ പേടിപ്പിച്ചു. അല്ലാന്നേ ഞാൻ ചോദിക്കട്ടെ, ഇതിലെ ഒരുപാട് ഉരുൾപൊട്ടല്, പിന്നെ അതുമാതിരി പാമ്പ്, കാട്, ആന, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ, ഒരു കാര്യം ഞാൻ ചോദിക്കും, ഈ കാട് കാണിക്കുമ്പോൾ നിങ്ങൾ എന്തിനീ പാമ്പിനെ കാണിക്കും? എനിക്കിത് കാണാൻ പറ്റില്ല സ്ക്രീനിൽ. അയ്യോ, നിങ്ങൾ CG കാണിച്ച തറവാടി ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഈ സ്നേക്ക് എന്ന് പറഞ്ഞ ഭയങ്കര എമ്പുരാൻ കാണാൻ പോയി അപ്പോഴും ഇതായിരിക്കും ഒരു പാമ്പ് വെറുതെ ഇരിക്കുന്ന ഒരു സീനിൽ പാമ്പ് അഴിഞ്ഞു പോകണം, ഒരു ആവശ്യമില്ല. ഇവിടെ ഇതിലും ആനയൊക്കെ കണ്ട സന്തോഷം. അല്ല, പാമ്പ് ഈ പറയുന്ന പോലെ ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നതോടുകൂടിയാണ് പാമ്പിന്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇതൊന്നും നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കാൻ പറ്റും, ചിലത് നമുക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ ഇത് മനസ്സിലായി. സ്ക്രിപ്റ്റിൽ മോഹൻലാൽ ആസ് ആൻ എലിഫന്റ് എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. കാരണം ആ സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് ഡയലോഗ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് വെൻ എലിഫന്റ് ഫോറസ്റ്റ് വാക്ക്, അത് തന്നെ എഴുതി വെച്ചിരുന്നത്, അത് തന്നെയാണ് സിനിമയിൽ കംപ്ലൈന്റ് ചെയ്തത്. അപ്പം ആനയും കാടും മെറ്റഫറായിട്ട് നമുക്ക് സിനിമയിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് വന്ന് ജോർജ് ഐ നോ ഈസ് എ മാനിപ്പുലേറ്റർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാർസിസ്റ്റ് എന്നൊക്കെ പറയുന്ന, അത് നമ്മളിലൊക്കെ ഉണ്ട്. അത് രോഗാവസ്ഥയൊന്നുമല്ല, നമ്മുടെ എല്ലാ മലയാളികളിലും എല്ലാ ഹ്യൂമൻ ബീയിലും ഈ പറയുന്ന ഒരു മാനിപ്പുലേറ്ററും നാർസിസവും ഒക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോക്കോൾഡ് നേച്ചറാണ്. അപ്പം അതുകൊണ്ട് ഈ നാർസിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇയാളൊരു പോയിസൺ, എല്ലാവരിലേക്കും വിഷം കയറ്റുന്ന ആളെന്ന് പറഞ്ഞാൽ വിഷം കയറ്റുന്നത് പാമ്പല്ലേ, അവിടെ നിന്നാണ് നമ്മൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഞാൻ ജോർജിനോട് പറയുന്നതും യു ആർ ലൈക്ക് എ സ്നേക്ക്, നമ്മളിങ്ങനെ ആരെങ്കിലും കാണുന്ന പാത്തിയാക്കി വിടത്തെ കൊണ്ട് നിന്നേക്കുക, നാക്ക് നീട്ടണത് നാക്ക് നീട്ടി മാനസായിട്ട് പുള്ളി ഇങ്ങനെ പിടിച്ചോണ്ട് ചേർന്നല്ലെങ്കിൽ നാക്ക് നീട്ടിയിട്ട് ചില പോയിസൺഡ് കാര്യങ്ങൾ പറഞ്ഞത് പുള്ളി ഇങ്ങനെ നാക്ക് അത് ഭയങ്കര കൃത്യമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ വളകുറവാകും. അതുകൊണ്ട് പ്രാവശ്യം വളരെ കൃത്യമായിട്ട് അത് പിടിച്ചത്. അതൊരു ട്രംപ് കാർഡ്, സോറി ട്രംപ് കാർഡ് എന്ന് പറയില്ല, തുരുപ്പ് ചീട്ട് എന്ന് പറയുന്ന പേര് മാറ്റാം, തുരുപ്പ് ചീട്ട് തന്നെയായിരുന്നു. അതെ, അത് ഭയങ്കര പ്രകാശം. അങ്ങനെയാണ് ഈ പറയുന്ന പാമ്പ്. പിന്നെ കുറുക്കൻ ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ബിനു, ഈ പറയുന്ന ബിനുവിനെ നമ്മള് ഞാൻ ക്ലീൻ ഷേവ് ചെയ്യാൻ പറഞ്ഞു ബിനുവിനോട്. പിന്നെ ബിനുവിന്റെ ചെവിയൊക്കെ ഇങ്ങനെ ഇച്ചിരി വലുതാണ്, ഇങ്ങനെ കണ്ണിങ്ങനെ തുറിച്ചാണ് എപ്പോഴും ഇരിക്കുന്നത്. ബിനുവിനെ കാണുമ്പോൾ എനിക്ക് ഒരു കുറുക്കനെ പോലെ. അപ്പം ഞാൻ എല്ലാ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ജെയ്ക്സിന്റെ അടുക്കെ കൊടുക്കുന്ന ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇതാണ്: ഡു മ്യൂസിക് ഫോർ മോഹൻലാൽ ആസ് ആൻ എലിഫന്റ്, ജോർജ് ആസ് ആൻ സ്നേക്ക്, ബെന്നി ആസ് ആൻ വൂൾഫ്. ഫർഹാൻ ഞാൻ ജെയ്ക്സിനോട് പറഞ്ഞ ആ ഒരു ആമേനെ പോലെ പിന്നോട്ട് വലിയത്. അപ്പം ആമയ്ക്ക് എന്ത് മ്യൂസിക് ചെയ്യുന്നുണ്ടെങ്കിൽ ആമയുടെ ശബ്ദം നമ്മളാരും കേട്ടിട്ടില്ല. ഞാൻ എന്റെ മനസ്സിൽ ആമേനെ പോലത്തെ ഒരാളാണ് ഫർഹാൻ. ഏറ്റവും അധികം ഞാൻ സമീറെ വിളിച്ചു പറഞ്ഞു, അതായത് കോസ്റ്റ്യൂം, മറ്റേ പ്രകാശിന്റെ കോസ്റ്റ്യൂം അസലായിട്ടുണ്ട്, വെരി നൈസ്. അത് ലിനൻ, അത് ഞാൻ കണ്ടക്കണത് പാപനാശത്തിൽ കമലഹാസൻ ചെയ്ത്. അതെ, അന്ന് നമ്മൾ ഇത്രയും നാട്ടുകാരൻ, ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് എന്തിനാ ഇത്ര ലിനൻ എന്നൊക്കെ അന്ന് ആൾക്കാർ പറഞ്ഞു. പക്ഷെ ഇത് കറക്റ്റ് ആയിരുന്നു. ആ കളേഴ്സ് ആർ ഓൾ, എത്രയും അയാള് കളനാണോ ആ കളേഴ്സ് കോംപ്ലിമെന്റഡ് ഹിം. സമീറ അതിന് വേണ്ടിട്ട് സമീറ ഭയങ്കര വർക്ക് ചെയ്യാൻ ഭയങ്കര രസമുള്ള ടെക്നീഷ്യനാണ്. ഒരു ടെൻഷനും ഇല്ല, ഭയങ്കര സൈലന്റ് ആയിട്ട് സിനിമ മനസ്സിലാക്കി നമുക്കൊണ്ട് അതും ചോദിക്കുന്ന സജഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ. ഇത് ഓക്കെ ആണോ, ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ അടുത്ത സംഭവം ഓക്കെ ആയിരിക്കും. ഈ ലാൽ സാറിന് അഭിനയിക്കുമ്പോൾ ബാക്കിൽ ചില ആൾക്കാർ എക്സ്പ്രഷൻ, ഒരു കുട്ടീനെ, നിങ്ങളുടെ കുട്ടിയാണോ അച്ഛോടാ, അതിനടുത്ത് സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ പിന്നിൽ നിന്നിട്ട് എക്സ്പ്രഷൻ കട്ടൻ ചായം കുടിച്ചോണ്ട് പോയില്ലോ ഒന്ന് രാവിലെ. അതെ, അതുമാതിരി രാജുവേട്ടൻ, ഏതോ ഇവരുടെ ഒക്കെ തന്നെയും കോംപ്ലിമെന്ററി സ്വഭാവങ്ങളുണ്ടല്ലോ. നടന്നു പോകുമ്പോ ജയിലിൽ പോലീസ് കൊണ്ടുപോകുമ്പോൾ നോക്കുന്നുണ്ട്. അങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം കൊണ്ടുവരുമ്പോ ശരിക്കും പറഞ്ഞാൽ സംവിധായകനുള്ള കല എന്താണ്? എനിക്ക് തോന്നുന്നു ഒരു വിഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ പറയുന്നത് നമ്മളൊരു സ്ക്രിപ്റ്റ് കൈ കിട്ടുമ്പോൾ എല്ലാവർക്കും അതിനെ ചിന്തിക്കാം.
അപ്പം ഞാൻ ഇപ്പം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ബിനു ചിന്തിക്കുന്നതായിരിക്കും, ഷാഹിച്ചേട്ടൻ ചിന്തിക്കുന്നതായിരിക്കും, രഞ്ജിത്തേട്ടൻ ചിന്തിക്കുന്നതായിരിക്കും, സുല്ലി ചിന്തിക്കുന്നതായിരിക്കും. ഇത് ഇങ്ങനെ ആന, കാട്, പാമ്പ്, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നാക്ക് നീട്ടുക എന്ന് പറയുന്നത് ഒരു പാമ്പിൻ്റെ സൂചകമായിട്ടാണ്. ലാൽ സാറിന് ഒരു എലിഫന്റിന്റെ മെറ്റഫറായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലാൽ സാറ് കരയുമ്പോഴാണ് ആ പറയുന്ന മഴക്കാലം തുടങ്ങുന്നത്. അപ്പൊ അതൊരു ഈ പറയുന്നൊരു ലാൽ സാറ് കരയുമ്പം പ്രകൃതിയും കരയണം, ലാൽ സാറിന്റെ കരച്ചിൽ തീരുന്ന സമയത്ത് മഴ തോരണം എന്നൊക്കെ പറയുന്ന വട്ടുകളുണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഒരു വിഷണറിയിൽ കൊണ്ടുവന്ന് ടോട്ടൽ ടീമിനെ ഇതാണ് എൻ്റെ സിനിമ എന്ന് പറയാൻ കേപ്പബിൾ ഉള്ള ആളായിരിക്കണം ഡയറക്ടർ എന്നുള്ളതാണ് ഫസ്റ്റ്. അത് ഞാനിങ്ങനെ പറയാറേ ഉണ്ട്. ഞാനിങ്ങനെ വാതോരാതെ എൻ്റെ ടീമിനോടും എല്ലാവരോടും ഒരു മീറ്റിംഗ് ഒക്കെ കൂടി ടോട്ടൽ ടീമിനോട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇതാണ് സിനിമ, ഇതിനപ്പുറത്തേക്ക് നമ്മളൊരു ഒന്നും ചിന്തിക്കുക. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ 2 സിനിമകളും വർക്കൗട്ട് ആക്കിയിട്ട് വന്നെടുത്തൻ, അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ ലെവലിൽ റെക്കഗ്നേഷൻ കിട്ടിയെടുത്താൻ. അപ്പൊ അവൻ മണ്ടത്തരങ്ങൾ പറയില്ല എന്ന് എന്റെ കൂടെയുള്ള ഒരുപാട് സീനിയേഴ്സ് ഉള്ള സിനിമയാണ്. ഷാഹിച്ചേട്ടനാണെങ്കിലും ഗോകുലേട്ടനാണെങ്കിലും ജെയ്ക്സ് ആണെങ്കിലും ഒക്കെ സീനിയേഴ്സ് ആണ് എന്നെക്കാളും. അപ്പം അവൻ അങ്ങനെ വെറുതെ പറയില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം അവർക്ക്, ഈവൻ പ്രൊഡ്യൂസർക്ക് പോലും തരുണിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇനി ഇത് തരുണിന്റെ സിനിമയാണ്. ഇത് അങ്ങനെ വിശ്വസിക്കാന്ന് വെച്ചാൽ വലിയ കാര്യം. കാരണം രഞ്ജിത്തേനെ സംബന്ധിച്ച് അത് ഒരു പരിധി വരെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കിയ സിനിമയാണ്. ഞാൻ അതിന് ഇപ്പം എല്ലാവരും എനിക്ക് താങ്ക് യു നോട്ടുകൾ എഴുതുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു പ്രൊഡ്യൂസർ ബിൽഡ് ചെയ്തുണ്ടാക്കി. കാരണം 12 വർഷത്തോളം ആ മനുഷ്യൻ കാത്തു സൂക്ഷിച്ച സിനിമയാണിത്. കാരണം ഇത് എനിക്ക് മുന്നേ ഈ സിനിമ കൈവച്ച് പോയിട്ടുള്ള ഡയറക്ടേഴ്സിന് പേര് എനിക്ക് തന്നെ ചെട്ടില്ല, ഞാൻ പേരൊന്നും പറയില്ല. എനിക്ക് 6ഓളം സംവിധായകർ ഈ സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വിഷമിക്കുന്നില്ല, അതിങ്ങനെ ഞാൻ ഈ സിനിമയുടെ അനൗൺസ്മെന്റുകൾ ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ എങ്ങനെ സിനിമ ചെയ്തത്, ഞാൻ സൂപ്പർ ആയിരിക്കും, ഞാൻ പലവട്ടം ഫേസ്ബുക്കിൽ ഈ പോസ്റ്റിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട്. പണ്ട് ബെൻസ് വാസു എന്ന് പറഞ്ഞ പേര് അനൗൺസ് ചെയ്യപ്പെട്ടൊരു സിനിമയാണ്, പല ആളുകൾ ചെയ്യാനായിട്ട് സിനിമയാണ്. അപ്പം അതിങ്ങനെ അവർ പലത് വർക്ക് ചെയ്യും, പല സ്ക്രിപ്റ്റിലെ ചെറിയ ഏരിയാസ് രഞ്ജിത്തേണ്ണ വർക്കൗട്ട് ആവില്ല. അപ്പൊ രഞ്ജിത്തേണ്ണ അത് എന്നാ പിന്നെ നമുക്ക് വിടാം, സൗഹൃദപരമായിട്ട് തന്നെ അത് വേണ്ട, നമുക്കത് വേറൊരു സിനിമ നോക്കാമെന്ന് പറഞ്ഞ് പിരിയും, വീണ്ടും ആരെങ്കിലും വരും. ഇപ്പം ഇവർക്ക് ഈ സിനിമയിൽ ഒരു ഇമോഷൻ ഉണ്ട്, ആ ഇമോഷൻ ബ്രേക്ക് ചെയ്യാണ്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കും. അപ്പം ഇപ്പോഴത്തെ ഈ പുതിയ സംവിധായകർ ചിലപ്പം വരുമ്പോഴത്തേക്ക് ഇമോഷൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് മെലോഡ്രാമ ആയി പോകുമോ എന്ന് പറഞ്ഞ അത് നമുക്കും ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. ഏത് എലിമെന്റിൽ നമ്മൾ ഇമോഷൻ കൊടുക്കണം. ഇപ്പം ഈ സിനിമയിൽ ഈ എലിമെന്റ് കൃത്യമായിട്ട് തന്നെ മീറ്റർ കറക്റ്റ് ആയത് മോഹൻലാൽ ആയതുകൊണ്ടാണ്. വേറൊരു ആക്ടറെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇമോഷന്റെ ബാരിയേഴ്സ് നമ്മൾ കുറച്ചും കൂടി ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. ലാലേട്ടന് മലയാളികൾ കൊടുത്തിരിക്കുന്ന ഫ്രീഡമാണ്. എൻ്റെ മോൻ ഇപ്പം ഞാനിപ്പോൾ ആലപ്പുഴ പാൻ സിനിമാസിൽ സിനിമ കാണാൻ പോയപ്പോൾ അമ്മൂമ്മ വന്നിട്ട് എൻ്റെ കയ്യുമ്മയെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ ലാലുമോനെ തന്നല്ലോ മോനെ. അപ്പൊ അത് ആ ലാലുമോൻ എന്ന് പറയുന്നത് ആ ഇമോഷനാണ്. അപ്പൊ ലാൽ സാറ് കരഞ്ഞാൽ തിയേറ്റർ കരയും, ജനങ്ങൾ കരയും. ലാൽ സാറ് ചിരിച്ചാൽ അപ്പൊ ആ ഒരു ലിബർട്ടി നമുക്ക് മേക്കിംഗിലുണ്ട്. അപ്പൊ അത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇമോഷന്റെ ഏതറ്റം വരെ നമുക്ക് പോകാൻ തയ്യാറാണെന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തു. അപ്പം എന്തെണ്ണം കൂടെ നിന്നു, അങ്ങനെ ഞാനാണ് പ്രൊഡ്യൂസറിന്റെ സിനിമയാണത്. വെരി ഗുഡ്. മലയാള സിനിമയിൽ വയലൻസുകളുടെ ഒരു ഇതുണ്ട് ഇപ്പോൾ അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ഇതിലൊരു എനിക്ക് തന്നോട് ചോദിക്കാനോ സ്വാതന്ത്ര്യം എനിക്ക് തന്നോടാണ് ചോദിക്കാണ്. ഈ വയലൻസ് ഇതിൽ പറയുമ്പോഴും ഈ ഡയലോഗുകൾ പറയുമ്പോഴും ഒക്കെ ചില സമയത്ത് ബിനു തന്നെ കുട്ടിയോട് പറയുന്ന ഡയലോഗിലൊക്കെ ചില ആൾക്കാർക്കെങ്കിലും അരോചകത്വം തോന്നിയിരുന്നോ? അല്ല, നമ്മളത് സെൻസറിന് വിടുമ്പോൾ തന്നെ അത് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ UA 16+ വന്നിരിക്കുന്നത്. അപ്പം നമ്മളത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴേ ഈ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ബിനു ആ കുട്ടിയോട് പറയുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന വിരല് മറ്റേ ഫർഹാന്റെ വിരലടിക്കുന്ന പരിപാടികളും ഒക്കെ ഈ സിനിമയുടെ എല്ലാ ഏരിയാസിലും കൃത്യമായ വയലൻസ് ഉണ്ട്. പക്ഷെ അത് ഒരു ബ്ലഡ് ഷെഡഡ് വയലൻസ് ആക്കരുത് എന്നുള്ളൊരു ഒരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങളിത് രഞ്ജിത്തേനൊക്കെ പറയുമ്പോഴും ഞാനിത് ചേട്ടാ ഇത് നമുക്ക് U ഒന്നും കിട്ടാൻ പോണില്ല, ഇത് UA, ഇത് A ആകാണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ അത് പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ദുരവുമാന പ്രശ്നങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത്. അതൊരു അങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ ഓഫ് കോഴ്സ് അതൊരു വിഷയത്തിൽ തന്നെ ഒരു വയലൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എത്ര നന്നാക്കാൻ ആദ്യം എഴുതുമ്പോൾ പിന്നെ സിനിമ ഷൂട്ടിംഗ് സമയത്ത് അത് പറയണം, ഡബ് ചെയ്യുമ്പോൾ ആദ്യം പറയണം. ഇത് കേൾക്കുമ്പോൾ ചില സമയത്ത് ചിലർക്കൊന്നും ദഹിച്ചു എന്ന് വരില്ല. അല്ല, അഭിനയ മോഹമുണ്ടോ? ഡാൻസ് കണ്ടു, കൊണ്ടാട്ടം സാധാരണ നിലയിൽ ആറ്റ്ലി ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഗൗതം വാസമൻ കമൽഹാസന്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ട് സാറിന്റെ കൂടെ. ഇപ്പൊ താങ്കൾ ആദ്യമായിട്ട് ഇത് മോഹൻലാലിന്റെ കൂടെ ഡാൻസ് ചെയ്തു.
ഇപ്പൊ അഭിനയ മോഹത്തിലാണ് ഇത് ആദ്യം ഉണ്ട് അഭിനയത്തിനാണ് ആദ്യം സിനിമയിൽ എത്തിയത്. പക്ഷെ അത് ഒരു സ്റ്റേജിൽ നല്ലതല്ല എന്ന് തോന്നിയപ്പോഴത്തേക്കാണ് നമ്മൾ നേരെ ഷിഫ്റ്റ് ചെയ്ത് റൈറ്റിംഗ് ഡയറക്ഷനോട്ട് ഇറങ്ങിയത്. ഇത് ആക്ച്വലി ബൃന്ദാ മാസ്റ്ററാണ് കോറിയോഗ്രാഫി ചെയ്തത്. ഞാനത് ഡയറക്റ്റ് ചെയ്തേക്കാം. അപ്പം ബൃന്ദാ മാസ്റ്റർ ഇങ്ങനെ പരിചയപ്പെട്ട് നമ്മൾ ലാൽ സാർ വന്ന് ഇടക്കിടക്ക് ഏതൊരു കഥകളി നടനാണ് അറിയോ. അപ്പം ബൃന്ദാ മാസ്റ്ററിനൊക്കെ പരിചയപ്പെടുത്തി. അപ്പം ബൃന്ദാ മാസ്റ്ററിന്റെ അതുവരെയുള്ള എന്റെ കഥകളിയാ എവ്വളോ നാളാ കഥകളി പഠിച്ചിരിക്കുന്നത്. ഞാൻ 10-16 വർഷം പഠിച്ചതാണെന്ന് പിന്നെ കൊടുക്കുന്ന റെസ്പെക്ട്. അപ്പൊ അന്ന് ഫസ്റ്റ് മിക്ക വർഷം പച്ചയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് വൈകുന്നേരം പോകാൻ നേരത്ത് എന്റെ വൈഫുണ്ട്, നാളെ ഇവർക്കൊരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും കൊടുത്തു വിടുക. അപ്പൊ ഞാൻ എന്തിന് നാളെ നിങ്ങ ആരുടെ കൂടെ ലാൽ സാർ കൂടെ. അപ്പൊ ടെൻഷനായി. അപ്പൊ ഞാൻ മാഡം ഞാൻ കഥകളി കളിച്ചിട്ട് ഇപ്പൊ 6-7 വർഷമായി. ഞാൻ സിനിമയിലേക്ക് ഉള്ള പ്രിപ്പറേഷൻ തുടങ്ങിയത് പിന്നെ ഞാൻ കഥകളിക്കാൻ പോയിട്ടില്ല. ഇല്ല അവർ എന്നെ അസിസ്റ്റന്റ് ചൊല്ലിത്തരും നല്ല അതുപോലെ ഞങ്ങൾ അവിടെ പോയി. പിന്നെ രാത്രി എനിക്ക് പോയിട്ട് ഉറക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ സ്പോട്ട് എഡിറ്റോണ്ട് ഷബിക്ക് സ്റ്റെപ്പ് എന്താടാ നയിച്ചു എന്നാണ്. ഞാൻ എന്നിട്ട് രാത്രി വീട്ടിൽ പോയിട്ട് ആടി പഠിച്ച് അപ്പോൾ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് പറ്റണില്ല. കാരണം പണ്ടത്തെ പോലത്തെ ഒരു അങ്ങനെ ഒരു നമ്മൾ ഡപ്പാങ്കത്തുള്ളും പോലെ അല്ല ഇത്. ലാൽ സാറിനെ പോലെ അത്രയും ടൈമിങ്ങളും ആർട്ടിസ്റ്റിനൊപ്പം നമ്മൾ ചെയ്തെങ്കിൽ ഈ കഥകളിയുടെ 16 വർഷത്തെ ബിൽഡപ്പ് മൊത്തം ഒറ്റയടിക്ക് തീരും. അപ്പം ഞാൻ രാത്രി ഇരുന്നിട്ട് ഇപ്പം എൻ്റെ മോനൊക്കെ എന്നെ പഠിപ്പിക്കണം, അപ്പ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇത് അപ്പം അവൻ എനിക്ക് അയച്ചു തന്ന ചെറിയ സ്റ്റെപ്പാ. അപ്പം ഞാൻ രാവിലെ സെറ്റിൽ ചെന്നു. നമസ്കാരം. ഓക്കെ സാർ ആടപ്പുറ സാർ. അപ്പം ശരി ഓക്കെ. അവൻ ഇത് എന്നിട്ട് പുതിയൊരു സ്റ്റെപ്പ് ഇതുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വേറെ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പൊക്കെ ഞാൻ വന്ന് കയ്യിന്ന് പോയി. അപ്പം പിന്നെ അസിസ്റ്റന്റ് വന്നിരുന്നിട്ട് 2 സ്റ്റെപ്പൊക്കെ കാണിച്ചു തന്നു. അപ്പൊ കിട്ടണില്ല. അപ്പൊ ഒരെണ്ണം അവിടെ പോകുമ്പോ ഇവിടെ പോകും. അപ്പൊ ഞാൻ മാഡം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. ഇല്ല സാർ അവര് നല്ല സിംഗം കൂടെ ആടും സാർ. ശരി. അതുകൊണ്ട് ഞാൻ അപ്പൊ ഈ ലാലേട്ടന്റെ മകളായിട്ട് അഭിനയിക്കുന്ന അമൃത. അപ്പൊ അമൃതനെ വിളിച്ചത്, അമൃത നീ ക്യാരവാനിലോട്ടൊന്ന്, അമൃത നീ ഒന്ന് പഠിപ്പിച്ചു തന്നു. അവിടെ നിന്ന് 2 സ്റ്റെപ്പ് കൂടെ അമൃത എനിക്ക് 2 കാര്യങ്ങൾ കാണിച്ചു തന്നു. ഞാൻ സെറ്റായി. വലിയവരുടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവളാകുമ്പോൾ നമ്മള് ആദ്യമായിട്ട് സിനിമ അഭിനയിപ്പിച്ച് നന്ദിയെ കാണൂല. അതുപോലെ സാറ് സൂപ്പറാക്കി ചെയ്യണം സാർ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ആത്മാർത്ഥത. അപ്പൊ എന്നെ അവള് പഠിപ്പിച്ച് ഞാൻ ചെന്ന് ലാൽ സാറിന് ഭയങ്കര കൗതുകം എന്റെ കൂടെ ആടാൻ പോകുന്നത്. പണ്ട് രജനിയും രവികുമാറും കൂടി ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്യാൻ നമ്മൾ തോളത്തൊക്കെ പോയി ഇടിക്കണം. അപ്പം ഈ പുള്ളി ഒടുക്കത്തെ പോറാണ്. ഞാൻ പോയി ഇടിക്കുമ്പോ തെറിച്ച് ഞാൻ പോയി പുള്ളി വെറുതെ ആണെങ്കിൽ ഇങ്ങനെ മസിൽ പിടിക്കും അടിക്കാൻ നേരത്ത്. അപ്പൊ ഞാൻ പോയി അടിച്ചിട്ട് ഞാൻ അപ്പുറത്തൊന്നും പോലെ അടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ 2 പ്രാവശ്യം ചെയ്ത് കളിച്ച് ഒരു 3ാമത്തെ ടേക്കിൽ പരിപാടി ഓക്കെ. അപ്പം തന്നെ എല്ലാരും അപ്പൊ ഞാൻ നോക്കുമ്പോ ബിനു ആണ് ആ സമയത്ത് അവിടെ മൈക്കുമായിട്ടിരിക്കണേ. അപ്പൊ ഞാൻ നമുക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് നോക്കി വരുമ്പോഴത്തേക്ക് അവിടെ ബി ഉണ്ണികൃഷ്ണൻ, ആന്റണി പെരുമ്പാവൂര്, ഒരു വലിയ പട എന്റെ ഡാൻസും കൊണ്ടോട്ട് ഇരിക്കുക. ഞാനപ്പം ചളിഞ്ഞ് ചീഞ്ഞ് എന്താടോ ഞാൻ പറഞ്ഞു പെപ്പൊക്കെ ഒരു അഭിമാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ലാൽ സാർ പറഞ്ഞു ഇനി മുതൽ എല്ലാ സിനിമയിലും എന്റെ എല്ലാ സംവിധായകരും എനിക്കിപ്പോ ഡാൻസ് കളിക്കണം. പക്ഷെ അത് ഭയങ്കര താങ്ക്ഫുൾ ആയി തോന്നുന്നൊരു മൊമെന്റ്. വെരി ഗുഡ്. സിനിമയിൽ സൗഹൃദങ്ങളുണ്ടോ ബിനു അല്ലാതെ? സിനിമയിലെ സൗഹൃദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, അങ്ങനെ ഒരു കറക്റ്റ് ഡെഫിനേഷൻ കൊടുക്കാൻ അറിയില്ല. സൗഹൃദങ്ങൾ ബിനു നല്ല സുഹൃത്താണ്. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് നിൽക്കുന്ന എല്ലാവരും എന്റെ നല്ല സൗഹൃദങ്ങളാണ്. അവർക്കൊക്കെ ശരിക്കും ഒരു ബിഗ് ക്ലാപ്പാണ്. ഈ വലിയ സാധനം കൂടെ നിന്ന് ചെയ്യുന്നത് 100%. അവര് സിനിമയുടെ ജഡ്ജ്, അതായത് ഞാൻ ഈ സിനിമ രഞ്ജിതനൊക്കെ കഥ കേൾക്കാൻ പോകുമ്പോൾ മുതൽ ഇവരുടെ കൂടെ ഉണ്ട്. അതാണ് മോഹിത്തുണ്ട്, സനു ഉണ്ട്, ആൽവിനുണ്ട്. ഇവര് എന്റെ കൂട്ടത്തിൽ വന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ അപ്പൊ ഇവരെപ്പോഴും പറയും ചേട്ടാ ഇനി ഈ ചെറിയ സിനിമ ചെയ്യരുത്, നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്ത് മടുത്ത്. നമുക്കൊരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു 500 ലൈക്ക് കിട്ടാൻ പറ്റിയ വലിയ പാടാണ്. നമുക്കൊരു പോസ്റ്റ് ഇടുമ്പോൾ മിനിമം ഒരു 15,000 ലൈക്കെങ്കിലും മേടിച്ചിറങ്ങണം. 100 കോടിയായി മക്കളെ. അപ്പൊ അങ്ങനെ ഇവരെപ്പോഴും പറയുന്നത് ചേട്ടാ ഈ എന്നുവെച്ചാൽ അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവമാണ്. കാരണം ചെറിയ സിനിമകൾ ചെയ്യുമ്പം പ്രതീക്ഷകൾ കുറയുകയും വലിയ സിനിമകളെയും പ്രതീക്ഷ കൂടുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സ്വഭാവമാണ്. അപ്പൊ അങ്ങനെ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടനൊരു വലിയ സ്റ്റാറിനൊപ്പം ഒരു സിനിമ ചെയ്യണം എന്നുള്ള അവന്മാരുടെ വലിയൊരു ഡ്രീമായിരുന്നു. അങ്ങനെ അത് വന്ന് സംഭവിച്ചു, ചെയ്തു. ഈ പറയുന്ന പോലെ
സൗഹൃദങ്ങളുടെ കേസ് ചോദിക്കുകയാണെങ്കിൽ സുനിലും രഞ്ജിത്തേട്ടനും ഒക്കെ നല്ല സൗഹൃദങ്ങളാണ്. പക്ഷെ എനിക്ക് അവരോടൊക്കെ സൗഹൃദത്തിനേക്കാൾ ഉപരി ഒരു ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു എന്താ പറയുക ഒരു ടേണിംഗ് പോയിന്റ് ആവുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ട് തന്നതും അത് ഈഗോകളില്ലാണ്ട് എനിക്കൊപ്പം അത് അത്രയും സീനിയേഴ്സ് ആളുകളെ 35 years പിന്നെ അപ്പൊ എന്നെ പോലുള്ള ഇപ്പം ഉണ്ടായ ഒരുത്തൻ വരുന്ന സജഷൻസും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആശയങ്ങളും ഒക്കെ അവരൊരു ഈഗോ ഇല്ലാണ്ട് അത് തരുണാണ് ശരി എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഇവൻ ലാലേട്ടനാണെങ്കിൽ പോലും എന്നെ എത്രയോ മണിരത്നം പോലുള്ള എത്രയോ ആളുകളൊപ്പം നമ്മൾ പറഞ്ഞ് മുഹമ്പത്താട കരയണം, കൊളാപ്സ് ചെയ്യണം. അതെനിക്ക് എപ്പോഴും മനസ്സിലായത് ഈ സിനിമയിൽ എന്താ പറയുക അടിയും ഫൈറ്റും ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ഞാൻ സുചിത്ര ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ലാൽ സാറിന്റെ വീഡിയോ കോൾ വരുന്നുണ്ട്. ആ സമയത്ത് താടിയുണ്ട്, കുറച്ച് വിശർത്തിട്ടുണ്ട്. എന്നിട്ട് എന്നോടൊരു എന്താ പറയുക ഒരു വലിയൊരു ഒരു പഴം നുറുക്ക് വെച്ചിട്ട് മൂപ്പരുണ്ടാക്കിയൊരു ഡിഷ് പറയുന്നത് ഐസ്ക്രീം. തരുണിന്റെ സിനിമയിൽ അടിയൊക്കെ ഉണ്ടോ? ചെറിയ അടിയായിരിക്കും, നാട്ടുമ്പുറത്ത് ഏതോ അടിയായിരിക്കുന്നത് ഞാൻ മനസ്സിലായിരിക്കണം. ഇതാണ് പിന്നല്ലേ ആക്ച്വലി ഈ വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടുകൊണ്ട് ലാൽ സാർ വീഡിയോ കോൾ ചെയ്യും. എന്റെ ദൈവമേ എന്റെ ഫൈറ്റൊക്കെ പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. മൂപ്പര് കുറച്ച് കാര്യങ്ങൾ പിന്നെ പറയാം, അടുക്കള കാര്യം രഹസ്യം അതൊക്കെ ഒന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണിപ്പൂവെ ഇറങ്ങിയ സമയത്ത് സുചിത്ര മാം ഞാനുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മാം ഈ നമ്മുടെ കൺമണിപ്പൂവെ ഇട്ടിട്ട് ഒരു സുന്ദരക്കുട്ടപ്പൻ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, സെന്മി അതൊന്ന് കാണിച്ചു തരും. ഞാൻ അയച്ചു കൊടുത്തു. മാമിന് എന്തൊരു നാണായിരുന്നു. അയ്യോ ഞാൻ തന്നെ എസ്കേപ്പ് ചെയ്ത് വിളിച്ചപ്പോ അവൻ കൺമണിപ്പൂവെ വെച്ചിട്ട് ഈ ബിറ്റ്, അതായത് സുന്ദരക്കുട്ടപ്പൻ എസ്കേപ്പി എന്ന് പറയുന്ന ഒരു വീഡിയോ വന്നത് ഞാൻ മാമിന് അയച്ചു കൊടുത്തു. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ മോഹൻലാൽ തുടരും കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. കേരളം എന്നല്ല, മലയാളിയുടെ സ്വത്തും അഹങ്കാരവും ഇന്ത്യയുടെ അഭിമാനവും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം ഇവിടെ തുടരുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തു. വെരി ഗുഡ്. അപ്പൊ ഇനി നമ്മൾ ഈ സ്നേഹം അഭിനയത്തിനാണെങ്കിൽ അഭിനയത്തിന്, അതല്ല ഡയറക്ഷൻ ആണെങ്കിൽ ഡയറക്ഷൻ. താങ്ക് യു.